ഈ ആഫ്റ്റർ സെക്സ് പെൺകുട്ടികൾക്ക് അതിനുശേഷം ആ ഒരു പുരുഷനോട് കുറച്ച് ഇമോഷണലി അറ്റാച്ച്ഡ് വരും. പക്ഷെ അത് ബോയ്ക്ക് തിരിച്ചു വരില്ല. രണ്ടുപേരും ഒരേ രീതിയിൽ ഇമോഷണലി ചെയ്യുന്ന ഒരു കാര്യത്തിൽ അതെന്തുകൊണ്ടാണ് ഗേൾസ് കൂടുതലും ഒരു അറ്റാച്ച്ഡ് ആയി പോകുന്നത്? ഞാൻ രണ്ടും കണ്ടിട്ടുണ്ട്. പാർട്ട്ണറിൻ്റെ അടുത്ത് ഇമോഷണലി അറ്റാച്ച്മെന്റ് കൂടുതൽ ആഗ്രഹിക്കുന്ന ഫീമെയിൽസും ഉണ്ട്, മെയിൽസും ഉണ്ട്. സെക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് രണ്ട് ബോഡികൾ തമ്മിലുള്ള കണക്ട് മാത്രവുമല്ല. ആക്ച്വലി സ്പീക്ക് അവിടെ രണ്ട് മനസ്സിന്റെ കണക്റ്റും കൂടെ വരുന്നുണ്ട്. എന്നാൽ ചിലർക്ക് സെക്സ് മീൻസ് സെക്സ് ആൻഡ് അതുകൊണ്ട് ഇറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് ഐ ആം ഗോയിങ് ടു ഗെറ്റ് ക്ലോസ് ടു യു. പാർട്ട്ണർ സ്വാപ്പിംഗ് ഇൻ സെക്സ്. രണ്ട് പെൺകുട്ടികളുമായിട്ട് സെക്സ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ മിഡിലിൽ വെച്ചിട്ട് പാർട്ട്ണറെ സ്വാപ്പ് ചെയ്യുക. ഇതൊരു സെക്സ് ഫാന്റസി ആണോ അതോ ഈ ഫോൺ വീഡിയോകളിലൊക്കെ അഡിക്റ്റ് ആയിട്ട് അതിന്റെ കോണ്ടന്റുകൾ കണ്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു മാനസികമായിട്ടുള്ള ഒരു കാര്യമാണോ? നമ്മൾ ഫാന്റസി എന്താന്ന് പറയുമ്പോൾ ഫാന്റസി നമ്മുടെ മൈൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിനാരിയോ ആണ്. ഫോണിനകത്ത് ഇങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവരണമെങ്കിൽ ആദ്യം ഈ ഐഡിയ മനുഷ്യരിലല്ലേ വന്നത്. നമ്മുടെ ഇടയിൽ ഇത് ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് മനുഷ്യർക്ക് ഇതിനോടൊരു അട്രാക്ഷൻ ഉള്ളത് കൊണ്ടാണ് അത് ഫോണിനകത്ത് അവരത് കൊണ്ടുവന്നത്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് സൈക്കോളജിസ്റ്റ് വിൽജോ വിൽസൺ ആണ്. വെൽക്കം സർ. താങ്ക് യു സർ. നമ്മുടെ സൈക്കോളജിയിൽ ഒരു ഫേമസ് ആയ ബുക്കാണ് ഇത് ബോഡി കീപ്സ് ദ സ്കോർ എന്ന് പറയുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം പണ്ട് നമുക്കുണ്ടാവുന്ന ഒരു ഇമോഷണൽ ആയിട്ടുള്ള അബ്യൂസോ ഇല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ എന്തെങ്കിലും ബ്രേക്ക് ഡൗണോ ഒക്കെ പിന്നീട് എപ്പോഴെങ്കിലും നമ്മുടെ ഫിസിക്കലി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും എന്നുള്ളത്. അത് ചിലപ്പോൾ നമുക്ക് കുറേ നാളിന് ശേഷം ഉള്ള ഗട്ട് ഹെൽത്ത് ഇഷ്യൂസ് ആവാം, ഇല്ലെങ്കിൽ മറ്റൊരാളോട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടാകാം, ഇല്ലെങ്കിൽ വെപ്രാളമാവാം. എങ്ങനെയാണ് നമുക്ക് പണ്ടുണ്ടായിരുന്ന ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഡാമേജ് നമ്മുടെ ബോഡിയിൽ ഏതെങ്കിലും ഒരു ഫിസിക്കൽ പാർട്സിൽ ഹൈഡായിട്ടിരിക്കുന്നത്? ബെസൽ വാണ്ടർ കോൾക്കിന്റെ ബോഡി കീപ്സ് എ സ്കോർ ഞാൻ വായിച്ചൊരു ബുക്കാണ്. അതിനകത്ത് ഞാൻ അതിനോട് യോജിക്കുന്നുണ്ട്. കാര്യം നമ്മുടെ ലൈഫിൽ നടന്നിട്ടുള്ള ഈവൻസുകൾ, എസ്പെഷ്യലി ട്രോമാറ്റിക് ഈവൻസ്, ട്രോമ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ലൈഫിൽ നടന്നൊരു ഇവൻറ്റ്, മോസ്റ്റ്ലി നെഗറ്റീവ് ഇവൻറ്റ്, അതിനെ റിസോൾവ് ചെയ്യാനുള്ള റിസോഴ്സസ് നമ്മുടെ ഇല്ലാതിരിക്കുമ്പോഴാണ്. സോ വിച്ച് മീൻസ് ദാറ്റ് ആ പ്രോബ്ലം ഈസ് എബോവ് അസ്. ആൻഡ് അപ്പം അതിനെയാണ് നമ്മൾ ട്രോമ എന്ന് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പം ട്രോമാറ്റിക് ആയിട്ടൊരു ഇവൻറ്റ് നമ്മുടെ ലൈഫിൽ നടക്കുമ്പം അപ്പം നമ്മൾ അതിനോട് അഡാപ്റ്റ് ചെയ്യാൻ മാക്സിമം നോക്കും. നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡാണെങ്കിലും നമ്മുടെ നെർവസ് സിസ്റ്റം ആണെങ്കിലും എല്ലാം ആ പ്രോബ്ലത്തോട് അഡാപ്റ്റ് ചെയ്ത് അതിനെ സോൾവ് ചെയ്യാൻ അവിടെ നോക്കും. അത് പലപ്പോഴും സോൾവ് ആകാറില്ല. ആൻഡ് പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കുകൾ, ഫോർ എക്സാമ്പിൾ മേ ബി നെർവസ് സിസ്റ്റം ഇപ്പം ഒരു ട്രോമാറ്റിക് ഇവൻറ്റ് നടന്ന് ഭയങ്കരമായിട്ട് ട്രിഗേർഡായി. ആൻഡ് ട്രിഗേർഡായപ്പം സോ ഒരു ചേഞ്ച് ഉണ്ടായി നെർവസ് സിസ്റ്റത്തിൽ. സോ നെക്സ്റ്റ് ടൈം വാട്ട് ഹാപ്പൻസ് ഈസ് ഇപ്പോൾ ഇതുപോലൊരു ഇവൻറ്റ് കയറി വരുമ്പം ഓട്ടോമാറ്റിക്കലി കഴിഞ്ഞ ഇവൻറ്റിലേക്ക് തിരിച്ച് പോകുവാനും ആ ഇവൻറ്റിനെ നമ്മളെങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കി അതുപോലെ തന്നെ സോൾവ് ചെയ്യാൻ ശ്രമിക്കും നെർവസ് സിസ്റ്റം. പക്ഷെ പലപ്പോഴും സോൾവിങ് എന്ന് പറയുന്നത് നടക്കാറില്ല. ബട്ട് ആ ട്രിഗർ വിൽ ഹാപ്പൻ. സോ അതുകൊണ്ട് ഒരു ട്രോമാറ്റിക് ഇവൻറ്റ് നടന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇവൻറ്റ് ഒന്നുകൂടെ നടക്കുകയാണെങ്കിൽ സംടൈംസ് ഇവൻറ്റ് നടക്കണം തന്നെയില്ല. മേ ബി അതിനെക്കുറിച്ചുള്ളൊരു തോട്ടായിരിക്കാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരാൾ സംസാരിക്കുന്നതാവാം. അന്നേരം ഓട്ടോമാറ്റിക്കലി അന്ന് ആ ഇവൻറ്റ് നടന്ന സമയത്ത് നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്തു അതേ റെസ്പോൺസ് സിസ്റ്റത്തിലേക്ക് നമ്മുടെ ബോഡി തിരിച്ചു വരും. ഓട്ടോമാറ്റിക്കലി ഒരു സ്വിച്ച് ഇട്ട പോലെ വരും. സോ യെസ്, ഇറ്റ് ഈസ് വെരി ട്രൂ. അപ്പം ഇൻ എ വേ നമുക്ക് പറയാൻ പറ്റും ആ മെമ്മറീസ് നമ്മുടെ ഉള്ളിൽ സ്റ്റോർഡ് ആണെന്നുള്ളത്. കാര്യം സ്റ്റോർഡ് ആയതുകൊണ്ടാണല്ലോ അത് തിരിച്ചു കയറി വന്നത്. സോ കംപ്ലീറ്റ്ലി ഇറ്റ് ഈസ് ട്രൂ. നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്ത് കൂടുതലും കേൾക്കുന്ന ഒരു കാര്യം, ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പായി. അപ്പം ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഒരു ടൈം കഴിയുമ്പം വേറൊരു ഫ്രണ്ട്സായിട്ട് ഒരു ബോയോ ഗേളോ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി. പിന്നീട് ആ പഴയ കാമുകനും കാമുകയും ഒന്നിച്ച് കാണുമ്പോൾ സത്യത്തിൽ ഒരു പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ചെറിയ ചെറിയ ജലസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആദ്യം ഉണ്ടാവുന്നത്. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും പറയുന്നത്. മേ ബി അവൾ എന്നെക്കാളും ഭംഗി ഉണ്ടായിട്ടാണോ നീ നോക്കിയത്, ഇല്ലെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ നീ അവളെ കൊണ്ടുപോയില്ലേ. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷെ ഒരു ബോയുടെ സൈഡിൽ നിന്ന് വരുമ്പോൾ അവൻ ആദ്യം ചോദിക്കുന്നത് നീ അവനുമായിട്ട് എന്തെങ്കിലും ഫിസിക്കലി റിലേഷൻഷിപ്പ് ആയോ എന്നായിരിക്കും. കാരണം അവന് അതൊന്നും അറിയണ്ട, നീ അവനുമായിട്ട് സെക്സ് ചെയ്തോ ഇല്ലെങ്കിൽ ഫിസിക്കലി എന്തെങ്കിലും നിങ്ങൾക്കിടയിൽ നടന്നോ എന്നാണ്. അത് എന്തുകൊണ്ടാണ് രണ്ട് ഡയമെൻഷനിൽ ഒരു സാധനം വരുന്നത്? അതിൻ്റെ ബേസിക് റീസൺ അത് ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം തന്നെയാണ്, ബയോളജിക്കൽ ഡിഫറൻസസ് തന്നെയാണ്. റിലേഷൻഷിപ്പ് കഴിഞ്ഞു പോകണം തന്നെയില്ല, റിലേഷൻഷിപ്പിൽ ഉള്ളപ്പോൾ തന്നെ
ആൺകുട്ടികൾ എപ്പോഴും കുറച്ചുകൂടെ ടെറിറ്റോറിയലാണ്. എന്ന് വെച്ചാൽ ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടി എൻ്റേത് മാത്രം, എസ്പെഷ്യലി ഫിസിക്കലി. അപ്പം നാച്ചുറലി സ്പീക്കിംഗ് ഒരു റിലേഷൻഷിപ്പിലുള്ള ഒരു ആൺകുട്ടി പോലും എപ്പോഴും കൺസിഡർ ചെയ്യുന്ന ഒരു ഫാക്ടർ ഇതാണ്, അവൾ മറ്റൊരാളുമായിട്ട് ക്ലോസ് ആകുന്നുണ്ടോ, ആ ക്ലോസ്നെസ് ഒരു ഫിസിക്കൽ ഇൻറ്റിമസിയിലേക്ക് നീങ്ങുന്നുണ്ടോ എന്നുള്ളത് എപ്പോഴും പുരുഷന്മാർ കൂടുതലും ചെക്ക് ചെയ്യാറുണ്ട്. അപ്പം ഈവൻ ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യുന്ന ഒരു ഫേസിൽ, അത് മേ ബി ഫോർ വാട്ട് എവർ റീസൺ, അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന പല തോട്ട്സും മെമ്മറീസും ഒക്കെ ആ സമയത്ത് ട്രിഗറായി വരികയും ആൻഡ് ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്ത് പോയാൽ പോലും ആ പെൺകുട്ടി പലപ്പോഴും മറ്റൊരാളുമായിട്ട് ഇൻവോൾവ് ചെയ്യുന്നത് പുരുഷന്മാർക്ക് പ്രയാസമാണ്. ഇൻഫാക്ട് സ്ത്രീകൾക്കും ഉണ്ട്, ബട്ട് രണ്ടും രണ്ട് രീതിയിലാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതേ ഉള്ളൂ. സോ നാച്ചുറലി മറ്റൊരു പുരുഷനോട്ട് ഇടപെടുമ്പം നാച്ചുറലി ആ റിലേഷൻഷിപ്പിൽ നിന്ന് പുരുഷൻ ചിന്തിക്കുന്നത് ഒരു ഫിസിക്കൽ ഇൻറ്റിമസി, സെക്ഷൽ എൻകൗണ്ടർ അവിടെ നടക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ആൻഡ് അഗെയിൻ ഇതൊരു മെയിൽ സൈക്കോളജിയും കൂടെയാണ്. ഇപ്പം ഒരു സ്ത്രീയെ അല്ലെങ്കിൽ പ്രേമിക്കുന്ന ഒരു പുരുഷൻ തിങ്ക് ചെയ്യുന്നത്, ഞാൻ അവളുടെ ഹാർട്ട് ഞാൻ ജയിച്ചത് ഞാൻ കുറച്ചധികം സ്കില്ലുകൾ യൂസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഷീ ലൈക്ക് മീ ബിക്കോസ് ഓഫ് സം റീസൺ. അപ്പം ആ അതേ റീസൺ കൊണ്ട് ഷീ ക്യാൻ ലൈക്ക് സംബഡി എൽസ് ഓൾസോ എന്നാണ് നിങ്ങൾ ചിന്തിക്കും. അല്ലെങ്കിൽ മറ്റൊരു രീതി പറയുകയാണെങ്കിൽ, ഞാൻ ആ പെൺകുട്ടിയെ വളയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ച ടെക്നിക്കുകളൊക്കെ മറ്റ് പുരുഷന്മാർക്കും യൂസ് ചെയ്യാൻ സാധിക്കുമല്ലോ. അവൾ എനിക്ക് വീണെങ്കിൽ എന്തുകൊണ്ട് മറ്റൊരാൾക്ക് വീണുകൂടാ, ഇഫ് ദ ടെക്നിക്ക് ഇസ് ദ സെയിം. സോ ദിസ് ഇസ് ഓൾസോ പാർട്ട് ഓഫ് മെയിൽ സൈക്കോളജി. സോ അതുകൊണ്ട് എപ്പോഴും ബേസിക്കലി പുരുഷന്മാരെ കേസിൽ അലേർട്ട് ആയിക്കൊണ്ടേയിരിക്കും. മോസ്റ്റ്ലി ഞാൻ കണ്ടിട്ടുള്ളത് ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നൊരു പുരുഷൻ, വെൻ ഹി ഈസ് വെരി പൊസസീവ്, ആ സ്ത്രീയിലുള്ള വിശ്വാസക്കേടിനേക്കാളും കൂടുതൽ പുള്ളി മറ്റുള്ള പുരുഷന്മാരെ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. ഐ ഡോണ്ട് ട്രസ്റ്റ് ദ അതർ മെൻ ഇൻ ഹെർ ലൈഫ്. ഇപ്പം എന്തുകൊണ്ടാണ് റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന, ഇപ്പം ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ പുള്ളിക്കാരുടെ ബ്രദറിൻ്റെ അടുത്ത് ജലസി വരുന്നില്ലല്ലോ, പുള്ളിക്കാരുടെ ഫാദറിൻ്റെ അടുത്ത് ജലസി വരുന്നില്ലല്ലോ, അത് മെയിലല്ലേ. ബിക്കോസ് ഐ നോ ദാറ്റ് ആ പുരുഷന്മാരെ എനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ബട്ട് വൈ ആം ഐ ജലസ് വിത്ത് എ ഫ്രണ്ട്, അല്ലെങ്കിൽ മേ ബി എ പൊട്ടൻഷ്യൽ പാർട്ട്ണർ എന്നുള്ളത്, ദാറ്റ് ഇസ് ബിക്കോസ് ഐ ഡോണ്ട് ട്രസ്റ്റ് ദാറ്റ് മാൻ എന്നുകൂടെയാണ്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്ത് പോയാലും ചിലത് മുമ്പോട്ട് കൊണ്ട് നടക്കാറുണ്ട്. സ്ത്രീകൾക്കും ഉണ്ട്, ബട്ട് താരതമ്യേന ഐ ഹാവ് സീൻ മെൻ ബീങ് മോർ കുറച്ചുകൂടെ ജലസായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു റീസൺ കൂടെ ഉണ്ടെന്ന് വെച്ചാൽ ആണുങ്ങൾ കുറച്ചുകൂടി ഇമോഷണലി വൾണറബിൾ ആണ്. ഒരു ബ്രേക്കപ്പ് നടന്നാൽ പോലും ശരിക്കും അതിനെ അഫക്റ്റ് ചെയ്യുന്ന ആണുങ്ങളെ തന്നെയാണ്. ഐ എം നോട്ട് സെയിങ് ദാറ്റ് പെൺകുട്ടികൾ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതല്ല. വിമൻ ടെൻ ടു കുറച്ചുകൂടെ അത് കോപ്പപ്പ് ചെയ്ത് മുമ്പോട്ട് നീങ്ങാൻ സ്ത്രീകൾ കൊണ്ട് സാധിക്കുന്നുണ്ട്. മെനി ടൈംസ് ആണുങ്ങൾ കൊണ്ട് സാധിക്കാറില്ല എന്നുള്ളതാണ്. ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഈ ആഫ്റ്റർ സെക്സ് ഈ പെൺകുട്ടികൾക്ക് അതിന് ശേഷം ആ ഒരു പുരുഷനോട് കുറച്ച് ഇമോഷണലി അറ്റാച്ച്ഡ് വരും. പക്ഷെ അത് ബോയ്ക്ക് തിരിച്ചു വരില്ല. രണ്ടുപേരും ഒരേ രീതിയിൽ ഇമോഷണലി ചെയ്യുന്ന ഒരു കാര്യത്തിൽ ആഫ്റ്റർ ബോയ്സിന് ഒരിക്കലും, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരിക്കലും ആ ഒരു ഇമോഷണൽ അറ്റാച്ച്ഡ് ഉണ്ടാവില്ല. പക്ഷെ ഒരു ഗേളിന് ഉണ്ടാവും. അവൻ പിന്നീട് കോണ്ടാക്ട് ചെയ്തില്ലെങ്കിൽ ഡിപ്രഷനാവും, ട്രോമയിലാവും. അതെന്തുകൊണ്ടാണ് ഗേൾസ് കൂടുതലും ഒരു അറ്റാച്ച്ഡ് ആയി പോകുന്നത്? ഞാൻ രണ്ടും കണ്ടിട്ടുണ്ട്. അതായത് ഒരു സെക്ഷൽ എൻകൗണ്ടർ കഴിഞ്ഞിട്ട് പാർട്ട്ണറിൻ്റെ അടുത്ത് ഇമോഷണലി അറ്റാച്ച്മെൻറ്റ് കൂടുതൽ ആഗ്രഹിക്കുന്ന ഫീമെയിൽസും ഉണ്ട്, മെയിൽസും ഉണ്ട്, തിരിച്ചുമുണ്ട്. സെക്ഷൽ എൻകൗണ്ടേഴ്സ് കഴിഞ്ഞാൽ, ഫിസിക്കൽ ഇൻറ്റിമസി കഴിഞ്ഞാൽ പോലും ഒരു ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ഒരു എന്താ പറയുക ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കാണിക്കാതെ കുറച്ച് ഡിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന രണ്ടുപേരും ഉണ്ട് ആക്ച്വലി സ്പീക്കിംഗ്. അത് ബേസിക്കലി ആ ഇൻറ്റിമസിയിലൂടെ അവർക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതിലാണ് കാര്യം. ബിക്കോസ് ഫിസിക്കൽ ഇൻറ്റിമസി എന്ന സെക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് രണ്ട് ബോഡികൾ തമ്മിലുള്ള കണക്റ്റ് മാത്രവുമല്ല ആക്ച്വലി സ്പീക്കിംഗ്, അവിടെ രണ്ട് മനസ്സിൻ്റെ കണക്റ്റും കൂടെ വരുന്നുണ്ട്. ആൻഡ് ഒരു വ്യക്തി സെക്സിലേക്ക് എൻകൗണ്ടർ ചെയ്യുമ്പം അതിലൂടെ പുള്ളിക്ക് കിട്ടുന്ന എക്സ്പീരിയൻസസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് റൂൾഡ് ബൈ സോ മെനി ഫാക്ടേഴ്സ്. ആളുടെ പാസ്റ്റ് ട്രോമകൾ, അറ്റാച്ച്മെൻറ്റ് പാറ്റേൺസ്, എങ്ങനെയാണ് ഒരാളുമായിട്ട് അറ്റാച്ച് ആകുമ്പോൾ ഡു ഐ ടെൻ ടു ഗെറ്റ് ക്ലോസ് ടു ദാറ്റ് പേഴ്സൺ, അതോ അവോയ്ഡൻറ്റ് അറ്റാച്ച്മെൻറ്റ് പാറ്റേൺസ് ഒക്കെ ഉണ്ട്. അതായത് ഞാൻ ആ വ്യക്തിയുമായിട്ട് ഒത്തിരി ക്ലോസ് ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വെൻ ദറ്റ് പേഴ്സൺ കംസ് ക്ലോസ് ടു മീ ഞാൻ കുറച്ചുകൂടെ അൺകംഫർട്ടബിൾ ആവുകയാണ്. സോ ഇങ്ങനത്തെ പല പാറ്റേൺസ് അവിടെ റൂൾ ചെയ്യുന്നുണ്ട് ഇൻ ദാറ്റ് സെക്ഷൽ എൻകൗണ്ടർ. സോ വാട്ട് ഹാപ്പൻസ് ഈസ് ചിലവർക്ക് ത്രൂ ദാറ്റ് പ്രോസസ് ഓഫ് സെക്സ് ചില വ്യക്തികൾ സീക്ക് ചെയ്യുന്നത് ത്രൂ ദിസ് ഐ വാണ്ട് ടു ഗെറ്റ് ക്ലോസർ ടു ദിസ് പേഴ്സൺ, ബിക്കോസ് സെക്സ് എൻ്റെ ഉള്ളിലൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് എൻഫോഴ്സ് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നാൽ ചിലർക്ക് സെക്സ് മീൻസ് സെക്സ് ആൻഡ് അതുകൊണ്ട് ഇറ്റ് ഡസ് നോട്ട് മീൻ ദറ്റ് ഐ എം ഗോയിങ് ടു ഗെറ്റ് ക്ലോസ് ടു യു. ഞാൻ അവിടെ നമ്മൾ തമ്മിലുള്ള കണക്റ്റിനെയും
നമ്മൾ തമ്മിലുള്ള സെക്ഷൽ എൻകൗണ്ടറിനും രണ്ട് ലെവലിൽ വെക്കുന്നവരുണ്ട്. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ഈസ് സെക്സ് ബിൽഡിംഗ് ഇൻസൈഡ് യു എന്നുള്ളതാണ്. സോ അത് മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ഇറ്റ് ക്യാൻ വർക്ക് ഇൻ ഈതർ വേസ്. ഈ പാർട്ട്ണർ സ്വാപ്പിംഗ് ഇൻ സെക്സ്, അത് സത്യത്തിൽ ഞാനും അധികം കേട്ടിട്ടില്ല. ഈ ഇടയ്ക്കാണ് ഞാനും അത് കേൾക്കാൻ തുടങ്ങിയത്. രണ്ട് പെൺകുട്ടികളുമായിട്ട് സെക്സ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ മിഡിലിൽ വെച്ചിട്ട് പാർട്ട്ണറെ സ്വാപ്പ് ചെയ്യുക, അതാണ് പാർട്ട്ണർ സ്വാപ്പിംഗ്. സത്യത്തിൽ ഇതൊരു സെക്സ് ഫാൻറ്റസി ആണോ, അതോ ഈ പോൺ വീഡിയോകളിലൊക്കെ അഡിക്റ്റ് ആയിട്ട് അതിൻ്റെ കോണ്ടന്റുകൾ കണ്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു മാനസികമായിട്ടുള്ള ഒരു കാര്യമാണോ, ഇതൊരു ഫാൻറ്റസി ആയിരിക്കുമോ? നമ്മൾ ബേസിക്കലി ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഫാൻറ്റസിയിൽ നിന്നാണ്. അപ്പം നമ്മൾ ഫാൻറ്റസി എന്താന്ന് പറയുമ്പോൾ ഫാൻറ്റസി നമ്മുടെ മൈൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിനാരിയോ ആണ്. ഇറ്റ്സ് എ ഫ്രാഗ്മെൻറ്റ് ഓഫ് ഇമാജിനേഷൻ എന്ന് പറയാം. അപ്പം ബേസിക്കലി മനസ്സിന് ഇമാജിനേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് വെരി നോർമൽ ആൻഡ് ഇറ്റ് ഈസ് വെരി ഏൻഷ്യൻറ്റ്. എന്ന് വെച്ചാൽ ഈ സെക്ഷൽ ഫാൻറ്റസീസ് എന്നൊക്കെ പറയുന്നത് മനുഷ്യൻ എന്നുണ്ടായോ അന്ന് മുതലേ ഓൾ ദീസ് തിങ്സ് ആർ ദെയർ. അപ്പം പലരും പറയും ദാറ്റ് ഇപ്പം ഈ ഫാൻറ്റസികളൊക്കെ പുതിയതായിട്ട് വന്നതാണ്. കാര്യം പോൺ വീഡിയോ കണ്ടതിന് ശേഷം പുതിയ ഐഡിയാസ് ഇൻക്ലൂഡ് ചെയ്ത് വന്നതെന്ന് ആൾക്കാർ പറയുമെങ്കിലും ബട്ട് ഞാൻ അതിനോട് യോജിക്കാറില്ല. ബിക്കോസ് പോണിനകത്ത് ഇങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവരണമെങ്കിൽ ആദ്യം ഈ ഐഡിയ മനുഷ്യരിലല്ലേ വന്നത്, അല്ലെ? ഇറ്റ് ഡിഡ് നോട്ട് കം ഔട്ട് ഓഫ് നോവെയർ ദാറ്റ് അത് പുതിയൊരു സാധനം കണ്ടു ദെൻ അങ്ങനെയല്ല അത് ആക്ച്വലി. ഇപ്പം നമ്മൾ മറ്റിപ്പോൾ ഡ്രഗ്സും ആൽക്കഹോളും ഒക്കെ ചെയ്യുന്നത് പോലെ സെക്ഷുവൽ ഫാൻറ്റസീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ദെയർ ഓൾവേസ്. ഇപ്പം നമ്മുടെ ഏൻഷ്യൻ ലിറ്ററേച്ചറും ഒക്കെ നോക്കിയാൽ പോലും ഇതൊക്കെ ഉണ്ട്. ഇതിനെക്കുറിച്ച് ഈ സെക്ഷുവൽ ഫാൻറ്റസീസിനെ കുറിച്ചൊക്കെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈവൻ നമ്മുടെ പഴയ ഇതുപോലെ ടെമ്പിൾസിലൊക്കെ എറോട്ടിക് ആയിട്ടുള്ള പല വർക്ക് ഓഫ് ആർട്ട് അവിടെ ഉണ്ട് ആക്ച്വലി. സോ ഇതെല്ലാം ദിസ് ആർ ഓൾ പാർട്ട് ഓഫ് ഹ്യൂമൻസ്. ആൻഡ് അപ്പം നമ്മുടെ ഇടയിൽ ഇത് ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് മനുഷ്യർക്ക് ഇതിനോടൊരു അട്രാക്ഷൻ ഉള്ളത് കൊണ്ടാണ് അത് പോണിനകത്ത് അവരത് കൊണ്ടുവന്നത്. ആൻഡ് ദേ മെയ്ഡ് മണി ഔട്ട് ഓഫ് ഇറ്റ്. പക്ഷേ ഇപ്പം മെയിൻ സ്ട്രീം ഇപ്പം റീസെൻ്റ്ലി ഇതിൻ്റെ ഒരു എക്സ്പ്ലോഷൻ നടക്കുന്നുണ്ട്. അതിൻ്റെ റീസൺ ഇസ് ദാറ്റ് പോൺ കുറച്ചുകൂടെ വൈഡ് സ്പ്രെഡ് അവൈലബിൾ ആയി തുടങ്ങി. പക്ഷേ ഈ സ്വാപ്പിംഗ് പോലുള്ള ഫാൻറ്റസീസ് വാസ് ഓൾവേസ് ദർ. ഒരു കാര്യം എന്ന് വെച്ചാൽ അത് ചിലപ്പോൾ അത് ബെഡ്റൂമിൻ്റെ പുറത്തേക്ക് വന്നിരുന്നില്ല എന്നുള്ളതാണ്. അപ്പം രണ്ടുപേര് തമ്മിൽ സെക്സ് ചെയ്യുമ്പം സെക്ഷുവൽ ഫാൻറ്റസി സംടൈംസ് ഹെൽപ്പ് ദം ടു എൻഗേജ് ഇൻ ബെറ്റർ സെക്സ് എന്നുള്ളതാണ്. പക്ഷേ വീണ്ടും ഫാൻറ്റസീസ് ഇമാജിനേഷൻ, അത് റിയാലിറ്റിയിലേക്ക് വരിക എന്ന് പറയുന്നത് ബിക്കംസ് ഡിഫിക്കൽട്ട്. അവിടെ ഒരു ഇമോഷണൽ കണക്ഷൻ വരില്ല. ഇമോഷണൽ കണക്ഷൻ എന്ന് പറയുമ്പം ബേസിക്കലി സ്റ്റാർട്ടിങ്ങിൽ ദർ ഇസ് എൻ ഇമോഷണൽ കണക്ട്. എന്ന് വെച്ചാൽ രണ്ട് വ്യക്തികൾ തമ്മിൽ ഓഫ് കോഴ്സ് ഒരു റിലേഷൻഷിപ്പിലായി മീൻസ് ദർ ഹാസ് ടു ബി എൻ ഇമോഷണൽ കണക്ട്. പാർട്ട്ണർ സ്വാപ്പിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ പാർട്ട്ണറെയാണ് സ്വാപ്പ് ചെയ്തത്. ഇറ്റ് മീൻസ് ദറ്റ് ഓൾറെഡി ഐ വാസ് കണക്റ്റഡ് ടു മൈ പാർട്ട്ണർ എന്നുള്ളത്. പക്ഷേ ഇവൻച്വലി ഞാൻ കണ്ടിട്ടുള്ള പോൺ വീഡിയോസ് ലൈക്ക് ഹൗ പോൺ വീഡിയോസ് അഫക്റ്റീവ് ഈസ് ദറ്റ് പോൺ വീഡിയോ കണ്ടപ്പം നമ്മൾ അതിനെ നോർമലൈസ് ചെയ്യാൻ തുടങ്ങുക. വിച്ച് മീൻസ് ദറ്റ് ഈവൻ ദോ ഈ തോട്ടുകളൊക്കെ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും പോൺ വീഡിയോ കണ്ട് ഐ എം ഗെറ്റിംഗ് സോ മച്ച് അഡിക്റ്റഡ് ടു പോൺ ദാറ്റ് പിന്നെ എനിക്ക് ആ പോൺ വീഡിയോ കണ്ടതുപോലെ ഉണ്ടെങ്കിൽ മാത്രമേ ഐ സ്റ്റാർട്ട് ടു ഗെറ്റ് സെക്ഷുവലി ടേൺഡ് ഓൺ. അതില്ല എങ്കിൽ ഐ കനോട്ട് എന്നൊരു അവസ്ഥയിലേക്ക് നമ്മുടെ ബ്രെയിൻ പ്രോഗ്രാം ചെയ്യപ്പെടും. അവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ആൻഡ് ദെൻ അത് പാർട്ട്ണറുടെ അടുത്തേക്ക് അവതരിപ്പിക്കുകയും ബിക്കോസ് ഈ ഒരു സിനാരിയോ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഹെൽത്തി ആയിട്ടുള്ള സെക്സിൽ ഇൻവോൾവ് ചെയ്യാൻ സാധിക്കൂ എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് വരുമ്പോൾ ഡെഫിനറ്റ്ലി അവരത് പാർട്ട്ണറുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങും. ആൻഡ് ദെൻ അവിടെ പാർട്ട്ണറിൻ്റെ കൺസെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. രണ്ട് വ്യക്തികൾ തമ്മിൽ സെക്ഷുവൽ ഫാൻറ്റസീസ് ലൈവാക്കി അല്ലെങ്കിൽ അത് ശരിക്കും അത് പ്രാക്ടിക്കലാക്കി ആൻഡ് ദെൻ ദേ ബോത്ത് ആർ ഓക്കെ വിത്ത് ഇറ്റ് എന്ന് പറയുമ്പോൾ പിന്നെ ആർക്കാണ് ഇവിടെ പ്രശ്നമുള്ളത്. പക്ഷേ ഇവിടെ കൺസെൻറ്റ് ഒരു ഇഷ്യൂ വരുന്നു. ആൻഡ് ഇപ്പം എൻ്റെ പാർട്ട്ണർക്ക് അത് ഇഷ്ടമല്ല, ബട്ട് ഞാനത് ഫോഴ്സ് ചെയ്യുകയാണ്. ഫോഴ്സ് ചെയ്യുമ്പോൾ നാച്ചുറലി എൻ്റെ പാർട്ട്ണർ ഡെഫിനറ്റ്ലി ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് അവിടെ വരുന്നു. ഈ റിലേഷൻഷിപ്പ് സേഫ് അല്ല എന്ന് പാർട്ട്ണർക്ക് മനസ്സിലാവുന്നു, സെക്സ് സേഫ് അല്ല എന്ന് മനസ്സിലാവുന്നു. പ്ലസ് പാർട്ട്ണർ സ്റ്റാർട്ട്സ് ടു ഫീൽ ദാറ്റ് ദിസ് ഇസ് നോട്ട് ഗുഡ് എന്നുള്ളത്. അങ്ങനത്തെ ഒരു ഇഷ്യൂ വരുമ്പോഴാണ് ദിസ് ഹാപ്പൻസ്. അതൊരു ഫാൻറ്റസി റിയാലിറ്റിയിലേക്ക് വരികയും ആ റിലേഷൻഷിപ്പിനെ അത് ബാധിക്കുകയും ചെയ്യുന്നത്. സർ, പൊതുവെ പറയാറുണ്ട് നമുക്ക് ഈ ചില മാനസിക അസ്വസ്ഥതകൾ പാരമ്പര്യമായിട്ട് വരാറുണ്ടെന്ന്. മാനസികമല്ല, നമുക്ക് ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളും പാരമ്പര്യമായിട്ട് വരാറുണ്ടെന്ന്. ഒരാൾക്ക് അയാളുടെ ഇപ്പോഴത്തുള്ള കാലത്ത് ഒരു പ്രശ്നവുമില്ല, ഡിപ്രഷനില്ല, ട്രോമയില്ല, ബ്രേക്കപ്പിൻ്റെ പ്രശ്നമില്ല, ആൻസൈറ്റി ഇല്ല, ഒന്നുമില്ല. പക്ഷെ ചില ഘട്ടത്തിൽ അയാൾ പോലും അറിയാതെ ഇങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങൾ അയാളുടെ ലൈഫിലേക്ക് വരികയാണ്.
ഇത് ചിലപ്പോൾ നമുക്ക് പാരമ്പര്യമായി നമ്മുടെ അമ്മയുടെയോ അച്ഛൻ്റെയോ നിന്ന് കിട്ടുന്നതാണോ? അത് അങ്ങനെ എന്തെങ്കിലും ഇതിന് പുറമേ ഒരു വശമുണ്ടോ? അബ്സല്യൂട്ട്ലി 100%. നമുക്ക് മെൻ്റൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് വരാനുള്ള റീസൺസ് പലതാണ്. അതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ പേരൻസിലൂടെ തന്നെ നമുക്ക് കിട്ടും. ദർ ആർ അതർ റീസൺസ് ആസ് വെൽ, വിച്ച് മീൻസ് എൻ്റെ ലൈഫിലുണ്ടായ ട്രോമാറ്റിക് ഇവൻറ്റ്സ് എന്നെ എങ്ങനെ ഷേപ്പ് ചെയ്തു എന്നുള്ളത്. അതല്ലെങ്കിൽ ഞാൻ ഇൻവോൾവ് ചെയ്ത റിലേഷൻഷിപ്പിൽ ആ റിലേഷൻഷിപ്പ് എന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്തു എന്നുള്ളത്. അതല്ല എങ്കിൽ നാച്ചുറലി വെൻ ഐ മൂവ് ഫോർവേഡ് ഇൻ ലൈഫ്, ഞാൻ ചെയ്ത പല കാര്യങ്ങളും സക്സസ്ഫുൾ ആകാത്തപ്പോൾ ഞാൻ എന്നെ തന്നെ ഒരു വിക്ടിംഹുഡ് പൊസിഷനിലേക്ക് പ്ലേസ് ചെയ്തു എന്നുള്ളത്. ദീസ് ഓൾ കോൺട്രിബ്യൂട്ട് ടു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ്. വാട്ട് വി ആർ ഡിസ്കസിങ് നൗ ഈസ് ദാറ്റ് നാച്ചുറലി പേരൻസിലൂടെ ഹൗ ഡു ഐ ഗെറ്റ് എന്നുള്ളത്, വിച്ച് വെരി മച്ച് ഹാപ്പൻസ്. കാര്യം സേ ഫോർ എക്സാമ്പിൾ, അമ്മയുടെ വയറ്റിൽ കുഞ്ഞുണ്ടാകുന്ന സമയത്ത് അമ്മയുടെ ബോഡിയിൽ നിന്ന് ഫുഡ് ഈസ് ട്രാൻസ്പോർട്ടഡ് ടു ദ ബേബീസ് ഫുഡ്. അതുപോലെ തന്നെ അമ്മയുടെ ഇമോഷൻസ് ആയാലും ഹോർമോൺസ് ആയാലും എല്ലാം ചൈൽഡിൻ്റെ ബോഡിയിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. സോ നാച്ചുറലി ആ അമ്മ ലോകത്തോട് എങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നു, ആ അഡാപ്ഷൻ, ആ കോപ്പിംഗ് മെക്കാനിസംസ് എല്ലാം നാച്ചുറലി ഗെറ്റ്സ് സ്റ്റോർഡ് ഇൻ ദ ബേബീസ് ബോഡി ആസ് വെൽ. മീൻസ് ഫോർ എക്സാമ്പിൾ, ലെറ്റ്സ് എ പ്രഗ്നൻസി സമയത്ത് അമ്മയുടെ ബാഡ് റിലേഷൻഷിപ്പ് വിത്ത് ഇൻലോസ് അല്ലെങ്കിൽ ഫാദർ അല്ലെങ്കിൽ മദറിൻ്റെ ഹസ്ബൻഡ്. അപ്പം നാച്ചുറലി ഷീ വിൽ ട്രൈ ടു കോപ്പ് അപ്പ്. കോൺഫ്ലിക്റ്റിലൂടെ ഒക്കെ മേ ബി ഷീ വിൽ ട്രൈ ടു കോപ്പ് അപ്പ് ഇൻ ഡിഫറെൻറ്റ് വേസ്. അപ്പോൾ അമ്മയുടെ നാച്ചുറൽ നെർവസ് സിസ്റ്റം അഡാപ്റ്റ് ചെയ്യും അതിനോട്. നെർവസ് സിസ്റ്റം ട്രിഗേർഡ് ആവും, നെർവസ് സിസ്റ്റം വിൽ ട്രൈ ടു അഡാപ്റ്റ് ടു ദോസ് സിറ്റുവേഷൻസ്. ഈ അഡാപ്ഷൻ മെക്കാനിസംസ് എല്ലാം ഈസ് ഓൾസോ കോപ്പീഡ് ഇൻ ടു ദ ബേബീസ് ബോഡി ആസ് വെൽ. സോ നാച്ചുറലി ശരിക്കും ആ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് ആ കുഞ്ഞിൻ്റെ ബോഡി, കുഞ്ഞിൻ്റെ നെർവസ് സിസ്റ്റം പോലും ഒരു ഫുള്ളി ഡെവലപ്ഡ് ആകുന്നതിന് മുമ്പ് തന്നെ ചില അഡാപ്ഷൻ സിസ്റ്റംസ് അത് പഠിച്ചു വെച്ചിരിക്കും. ആൻഡ് സോ ആ നാച്ചുറലി ആ കുട്ടി ജനിച്ച് വളർന്നു വരുമ്പം ആ ഒരു ടെമ്പറമെൻ്റ് ഉണ്ടാവും, ഒരു ഇൻക്ലിനേഷൻ ഉണ്ടാവും ടു തിങ്ക് അബൌട്ട് സർട്ടൻ തിങ്സ് ഇൻ എ സർട്ടൻ വേ. ബിക്കോസ് ആ നെർവസ് സിസ്റ്റം ഒരിക്കലും ഒരു നോർമൽ നെർവസ് സിസ്റ്റമായിട്ടല്ല വന്നത്. ഇറ്റ് വാസ് ഓൾറെഡി പ്രോഗ്രാംഡ് ഇൻ എ വേ ആൻഡ് ദ ചൈൽഡ് ഡിഡ് നോട്ട് ഇവൻ ഡു ഇറ്റ്. ഇറ്റ് ഹാപ്പൻ ത്രൂ ദ മദർ. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുമ്പോൾ, ലെറ്റ്സ് സേ ആ ചൈൽഡ് ഈസ് ബോൺ നോർമൽ ആസ് എ നോർമൽ ചൈൽഡ്, ആൻഡ് അമ്മ പഠിച്ചു വെച്ചിരിക്കുന്ന കുറേ കോപ്പിംഗ് മെക്കാനിസംസ് ഉണ്ട്. ആൻഡ് ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ അമ്മയുടെ ചൈൽഡ്ഹുഡിൽ ഒരു റേപ്പ് നടന്നു. ഓക്കെ, ചൈൽഡ് റേപ്പ് ഹാപ്പൻ. ആൻഡ് നാച്ചുറലി അമ്മ ആ പുരുഷന്മാരെ ഒന്നും ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു തോട്ട് ഡിഫറെൻ്റ് ആളുടെ ഉള്ളിൽ സോൾഡിഫൈ ചെയ്യും. ആൻഡ് സോ ഇൻ എ വേ, ഈവൻ ഡയറക്റ്റ്ലി പോലും ആയിരിക്കത്തില്ല, സബ് കോൺഷ്യസ്ലി ദ മദർ വിൽ ടീച്ച് ദ ചൈൽഡ് ദാറ്റ് യു ഹാവ് ടു ബി വെരി കെയർഫുൾ ഓഫ് മെൻ. ആൻഡ് ദ ചൈൽഡ് ഈവൻ ഡസ് നോട്ട് നോ വൈ. സോ കുഞ്ഞിൻ്റെ ലൈഫിൽ മേ ബി ഒരു സെക്ഷൽ അബ്യൂസോ റേപ്പോ ഒന്നും നടന്നിട്ടില്ല എങ്കിൽ പോലും ഇറ്റ് സ്റ്റാർട്ട്സ് ടു ബി എക്സ്ട്രാ അലേർട്ട്. ഐ ഹാവ് ടു ബി കെയർഫുൾ ബിക്കോസ് ഒരു സബ് കോൺഷ്യസ് പ്രോഗ്രാം അവിടെ നടന്നു എന്നാണ്. സോ ഇൻ എ വേ യെസ്, ത്രൂ യുവർ പേരൻസ്, ഒന്ന് ബയോളജിക്കലി ത്രൂ ദെയർ ബോഡി, സെക്കൻഡ്ലി സബ് കോൺഷ്യസ് പ്രോഗ്രാമിംഗ് ത്രൂ ദ പേരൻസ്. പേരൻസ് പഠിച്ചു വെച്ചിരിക്കുന്ന കോപ്പിംഗ് മെക്കാനിസംസ് കൊച്ചിനെ കൂടെ പഠിപ്പിക്കുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു കുട്ടിക്ക്, ഒരു ചൈൽഡിൽ എന്തെങ്കിലും ഒരു അബ്യൂസ് ഉണ്ടായി, ഇല്ലെങ്കിൽ ഒരു റേപ്പ് ഉണ്ടായി, അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ പിന്നീട് ആ കുട്ടി വളർന്ന് വലുതായി അതിനൊരു റിലേഷൻഷിപ്പിൽ എത്തുമ്പോൾ ഈ ട്രോമയെല്ലാം അതിലേക്ക് വരുമോ? 100% യെസ്. ബിക്കോസ് ഒരിക്കലും കുട്ടി എക്സ്പെക്ട് ചെയ്യുന്നില്ല ലൈഫിൽ ഇങ്ങനെ ഒരു ഇവൻറ്റ് നടക്കുന്നുള്ളൂ. ആൻഡ് പല കുട്ടികളുടെ കേസിലും ഈവൻ അറിയാവുന്ന ആൾക്കാർ തന്നെയാണ് സെക്ഷൽ അബ്യൂസും റേപ്പിലേക്കൊക്കെ പോകുന്നത് മെനി ടൈംസ്. സോ നാച്ചുറലി ദ ചൈൽഡ് വിൽ സ്റ്റാർട്ട് ടു believe that I cannot trust people, plus സ്വയം starts to feel very bad about themselves. അവരുടെ ബോഡിയെ കുറിച്ചുള്ള നെഗറ്റീവ് ഫീലിങ്സ്, മറ്റുള്ളവരെ കുറിച്ചുള്ള നെഗറ്റീവ് ഫീലിങ്സ്, ഫീലിംഗ് ദാറ്റ് ഐ എം ബാഡ്. കാരണം എന്നെ ലോകം ഇങ്ങനെ ട്രീറ്റ് ചെയ്യാൻ കാരണം എനിക്ക് സംതിങ് ഈസ് റോങ് വിത്തിൻ മീ എന്നുള്ളതാണ്. സോ നാച്ചുറലി ആ ഒരു ഷാറ്റേർഡ് സെൽഫ് എസ്റ്റീം, സെൽഫ് ഇമേജുമായിട്ടായിരിക്കും ആ കുട്ടി വളർന്നു വരിക, പ്ലസ് ക്യാരിങ് ഓൾ ദിസ് ട്രോമ വിത്തിൻ. ആൻഡ് മനസ്സിനൊരു സ്പെഷ്യാലിറ്റി ഉള്ളതെന്ന് വെച്ചാൽ മനസ്സെപ്പോഴും സീക്ക് ചെയ്യുന്നത് സേഫ്റ്റി ത്രൂ ഫെമിലിയാരിറ്റി എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ പല കേസസ് നമ്മൾ കാണാറുണ്ട്. ഇപ്പം നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫാദറിൻ്റെ ശിക്ഷണത്തിൽ വളർന്നു വന്ന ഒരു കുട്ടി വിൽ ചൂസ് എ നാർസിസ്റ്റിക് ഹസ്ബൻഡ്. പലപ്പോഴും നമ്മൾ തിരിച്ചില്ല നടക്കേണ്ടത്. കാര്യം
ഞാൻ വളർന്നു വന്ന ചൈൽഡ്ഹുഡ് ഇങ്ങനെയാണെങ്കിൽ ഐ ഷുഡ് ചൂസ് സം വൺ ഹൂ ഐ ക്യാൻ സപ്പോർട്ട് അല്ലെങ്കിൽ ഹൂ ഐ ക്യാൻ ട്രസ്റ്റ് എന്നാണ്. പക്ഷേ ഇത് ഭയങ്കര കോമൺ ആയിട്ട് നമ്മൾ കാണാറുണ്ട്. ഈ വരുന്ന ക്ലയൻസിൻ്റെയും അവർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസൊക്കെ, ഈ ഇഷ്യൂസൊക്കെ ഇപ്പോൾ ലെറ്റ്സ് എ മാരിറ്റൽ പാർട്ട്ണറിൻ്റെ അടുത്ത് ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ്, ഇതേ ഇഷ്യൂ തന്നെ അവർ ഫേസ് ചെയ്ത് ചൈൽഡ്ഹുഡിലും ഫേസ് ചെയ്തിരുന്നു. അപ്പം ഒരു വലിയൊരു ക്വസ്റ്റ്യൻ വരുന്നത്, വൈ ഡിഡ് യു ചൂസ് ദ സെയിം പേഴ്സൺ അഗൈൻ? ബിക്കോസ് നമ്മൾ ഫെമിലിയാരിറ്റി നോക്കും. അതിനകത്തൊരു ലോജിക്ക് പോലും ഇല്ല. ഫെമിലിയാരിറ്റി എന്ന് വെച്ചാൽ ഇപ്പം നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫാദർ മേ ബി ഹീ ട്രീറ്റഡ് മീ ഗുഡ് പ്ലസ് ഹീ ട്രീറ്റഡ് മീ ബാഡ്, ഇങ്ങനത്തെ സൈക്കിൾസിലൂടെ കടന്നു പോയപ്പം ഐ ടെൻ ടു ടേക്ക് ഓൾ ദ ഗുഡ് പല കേസിലും. ആൻഡ് ഇതേ ഗുഡ് മാച്ച് ആവുന്ന ഒരു പുരുഷനെ ചിലപ്പോൾ ഒരു ചൂസ് ചെയ്യുന്ന ഒരു ടെൻഡൻസി ഭയങ്കര കൂടുതൽ. ആൻഡ് ഹാപ്പൻസ് ബോത്ത് വേസ് ഓൾസോ. ഐ ഹവ് സീൻ മെൻ ഹൂ ഹാഡ് വെരി ട്രോമാറ്റിക് റിലേഷൻഷിപ്പ് വിത്ത് മദേഴ്സ്, എന്നിട്ട് ഓൾമോസ്റ്റ് ഇതുപോലത്തെ തന്നെ ഒരു പാർട്ട്ണറെ തന്നെ സെലക്ട് ചെയ്ത് കണ്ടിട്ടുണ്ട്. ബിക്കോസ് അവിടെ ഫെമിലിയാരിറ്റി വെച്ച് സെലക്ട് ചെയ്യും. ഫെമിലിയാരിറ്റി ഫീൽസ് സേഫ്, ഫെമിലിയാരിറ്റി ഈസ് സേഫ്റ്റി തിങ്കിങ്. പക്ഷേ അതേ ഇഷ്യൂസ് അവിടെ കയറി വരികയും ചെയ്യും. സോ സെക്ഷൽ അബ്യൂസ് നേരിട്ട് ഒരു വിക്ടിം ഗോസ് ഇൻ ടു എ മാരേജ് ആൻഡ് ഡെഫിനറ്റ്ലി അവർ തമ്മിലൊരു ഫിസിക്കൽ ഇൻറ്റിമസി ഇവൻ്റൊക്കെ വരുമ്പം ചില ഫിസിക്കൽ ആക്റ്റുകൾ ആ പഴയ അബ്യൂസ് അല്ലെങ്കിൽ പഴയ റേപ്പ് ആ ഇവൻറ്റുമായിട്ട് സിമിലാരിറ്റി തോന്നുന്ന ഇവൻറ്റ്സ് ഉണ്ടാവും. സോ ആ സമയത്ത് ദ പേഴ്സൺ ഫീൽസ് വെരി ബാഡ്. ഒന്ന് സ്വയം ഫീൽസ് വെരി ബാഡ് അബൌട്ട് ഹെർസെൽഫ്. Secondly, why did I choose a person who is also doing the same thing that my abuser did? എന്നുള്ളതാണ്. ഇതെല്ലാം നമ്മുടെ മനസ്സിൻ്റെ ഇഷ്യൂസാണ്. മനസ്സിൻ്റെ ഒരു തോന്നലാണോ? മനസ്സിൻ്റെ തോന്നൽ, മനസ്സ് പഠിച്ചു വെച്ചിരിക്കുന്ന കുറേ സിസ്റ്റംസ് ആണ് ഇതെല്ലാം. ഇപ്പം സാർ, നമുക്ക് ഓവർ തിങ്കിങ് എന്ന് പറയുന്ന ഒരു സംഭവം എടുക്കുകയാണെങ്കിൽ, സത്യത്തിൽ ഈ ഓവർ തിങ്കിങ്, ഒരു മനുഷ്യൻ്റെ ഓവർ തിങ്കിങ് അയാൾക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നതാണോ? ഇതിനൊരു തെറാപ്പിയുടെ ആവശ്യമുണ്ടോ? അതോ ഇത് തെറാപ്പി ചെയ്താലും അയാൾ പിന്നീടും അതിലേക്ക് തന്നെ പോകുന്ന ഒരു സംഭവമാണോ? ഓവർ തിങ്കിങ് വളരെ കോമൺ ആണ്. നമ്മൾ ലോട്ട് ഓഫ് us ചില ഇവൻറ്റ്സ് വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്യുകയും, ആൻഡ് ഈ ഓവർ തിങ്കിങ് നമ്മൾ കാണുന്നത് ബേസിക്കലി നമ്മുടെ ഒരു സേഫ്റ്റി മെക്കാനിസം ആയിട്ടാണ്. നാച്ചുറലി തോട്ടുകൾ ബ്രെയിനിലേക്ക് വരും. ആൻഡ് തോട്ടുകളൊക്കെ നമ്മൾ ബാലൻസ് ചെയ്യാൻ നോക്കും. സംടൈംസ് നമ്മുടെ ലൈഫിലൊരു നെഗറ്റീവ് ഇവൻറ്റ് നടക്കുമ്പം അല്ലെങ്കിൽ നടക്കാൻ സാധ്യത ഉണ്ടെന്ന് അറിയുമ്പോൾ നമ്മൾ വാട്ട് ഹാപ്പൻസ് ഈസ് നമ്മളതിനെ ലോജിക്കുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കും. സേ ഫോർ എക്സാമ്പിൾ, എനിക്കൊരു റിലേഷൻഷിപ്പ് ഇഷ്യൂ വന്നുവെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഇഷ്യൂ വന്നതിനുള്ള ആൻസർ നമ്മൾ സ്വയം സീക്ക് ചെയ്യാൻ നോക്കും. അപ്പോൾ നമ്മൾ പല സിനാരിയോസ് ഇട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കും. ഇതായിരിക്കും എന്നുള്ളത്. എന്നിട്ട് നമ്മൾ വീണ്ടും ചെയ്യും. അതിങ്ങനെ ഒരു ലൂപ്പ് പോലെ സർക്കിൾസിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ബിക്കോസ് സംവെയർ നമ്മൾ അവിടെ അതിൻ്റെ ആൻസർ സീക്ക് ചെയ്യാൻ നോക്കുന്നു. ഇതായിരിക്കും എൻ്റെ പോസിബിൾ റീസൺ. ഒരു ആൻസർ സീക്ക് ചെയ്യുന്നതിലൂടെ എനിക്കൊരു ആശ്വാസം കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അല്ലെങ്കിൽ ലെറ്റ്സ് എ എൻ്റെ ബോഡിയിൽ എനിക്ക് എന്തോ ഒരു മാരക അസുഖം ഉണ്ടെന്ന് തോന്നുന്നു. ആൻഡ് സോ നാച്ചുറലി എല്ലാ സിനാരിയോസും ഞാനിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ഇതായിരിക്കുമോ. ഇതെല്ലാം ഓവർ തിങ്കിങ് പ്രോസസ്സാണ്. ഓവറായിട്ട് തിങ്ക് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ എന്തിനത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ സേഫ്റ്റിക്കാണ്. കാര്യം ഇഫ് ഐ എം അറൈവിങ് അറ്റ് ആൻ ആൻസർ വിച്ച് മീൻസ് ഇറ്റ് ഇതുകൊണ്ടാണ്, വിച്ച് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് ഓക്കെ, ഇറ്റ് ഈസ് കൺട്രോളബിൾ, ഇറ്റ് ഈസ് സേഫ്. ആ ഒരു സേഫ്റ്റി പോയിന്റിലേക്ക് എത്താൻ വേണ്ടിയാണ് ഞാൻ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. പക്ഷേ എൻ്റെ ഇൻഫാക്ട് റിയാലിറ്റീസ് ആ സേഫ്റ്റി പോയിന്റ് ഒരിക്കലും എത്തില്ല എന്നുള്ളതാണ്. ദർ ഇസ് നോ പോയിന്റ് ലൈക്ക് ദാറ്റ്. ആൻഡ് സോ ഈ ഓവർ തിങ്കിങ് ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കും ടു എൻ എക്സ്റ്റെൻറ്റ് ദാറ്റ് നമ്മൾ ഡ്രെയിൻ ആകാൻ തുടങ്ങും. ആൻഡ് നമ്മൾ സീക്ക് ചെയ്ത സേഫ്റ്റിക്ക് പകരം നമുക്കുണ്ടാകാൻ പോകുന്നത് ഇൻസെക്യൂരിറ്റിയും ഫറ്റീഗും നമ്മളെക്കുറിച്ചുള്ള ഓവർ നെഗറ്റീവ് തോട്ട്സും ആയിരിക്കും. സോ ഓവർ തിങ്കിങ് തെറാപ്പിയിലേക്ക് വരുമ്പം ആ തെറാപ്പിസ്റ്റ് അവരെ ഇമോഷണൽ അത് പ്രോസസ്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ആ തോട്ടുകളെ അവിടെ മാനേജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അത് ലോജിക്കലാണെങ്കിലും ഇമോഷണലി ആണെങ്കിലും ആ തോട്ടുകളെ അവിടെ മാനേജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. വീണ്ടും തെറാപ്പിയിലൂടെ ഒരിക്കലും ഓവർ തിങ്കിങ് കുറയുന്നില്ല. സംടൈംസ് യു കനോട്ട് കൺട്രോൾ യുവർ തോട്ട്സ് തന്നെ ഒറിജിനേറ്റ് ചെയ്തു വരുന്നതാണ്. സോ വാട്ട് ഹാപ്പൻസ് ഹിയർ ഇസ് ദാറ്റ് ഈവൻ ദ തോട്ട് വന്നെങ്കിൽ പോലും ഹൗ ക്യാൻ ഐ prevent myself from getting triggered by those thoughts? How can I divert myself from this thinking loop and look into something which is much more beneficial for me? That's how therapy helps you. ഓരോ ആളുകൾക്കും, ഓരോ മാനസിക അസ്വസ്ഥതകളായിട്ട് വരുന്ന ആളുകൾക്കും സെയിം ട്രീറ്റ്മെൻറ്റ് തന്നെ ആയിരിക്കുമോ കൊടുക്കുന്നത്? കാരണം ഏറ്റവും കൂടുതൽ എങ്ങനെ മാനസികമായിട്ടുള്ള അസുഖങ്ങളായിട്ടാണ് ആളുകൾ വരുന്നത്? കോമൺ ആയിട്ടുള്ള ഒരു മാനസിക പ്രശ്നം എല്ലാവരും വന്ന് സാറിൻ്റെ അപ്പം കൺസൾട്ട് ചെയ്യുമ്പോഴും എല്ലാവരും സെയിം ആയിട്ട് വരുന്ന എന്തൊരു പ്രശ്നമാണ്? നമ്മൾ ക്ലിനിക്കിൽ പലതരം മാനസിക പ്രശ്നങ്ങളുമായിട്ട് ആൾക്കാർ വരും. ഇപ്പം ചിലർക്ക്
ഒരു ചെറിയൊരു ഡിസിഷൻ മേക്കിംഗ് ഇഷ്യൂ ആവാം, അല്ലെങ്കിൽ ചിലർക്കൊരു റിലേഷൻഷിപ്പ് ക്രൈസിസ് ആവാം, അതല്ലെങ്കിൽ ചിലർക്ക് കുറച്ചുകൂടി ഡീപ്പറായിട്ടുള്ള മെൻ്റൽ ഹെൽത്ത്, പേഴ്സണാലിറ്റിയോ മൂഡ് ഡിസോർഡേഴ്സ് പോലുള്ളത്. അപ്പം പലപ്പോഴും വരുന്ന ക്ലയൻറ്റിന് മനസ്സിലാവില്ലായിരിക്കും അവർക്ക് എന്താ ഇഷ്യൂ എന്നുള്ളത്. ചിലർക്കൊരു പാർഷ്യൽ നോളജ് കാണും ദാറ്റ് സംതിങ് ഇസ് റോങ് ബട്ട് ഐ ഡോണ്ട് നോ എക്സാക്ട്ലി. ഇപ്പോൾ തെറാപ്പിയിലൂടെ നമ്മളത് വി ഹെൽപ്പ് ദം ടു യുനോ ഇൻസൈറ്റ് ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ് തെറാപ്പിയിലൂടെ നമ്മൾ ചെയ്യുന്നത്. അതായത് ആ ക്ലയൻറ്റിന് വി ആർ ഗിവിങ് ദം എ ഗുഡ് ഐഡിയ ദാറ്റ് ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ യുവർ ലൈഫ് എന്നുള്ളതാണ്. പക്ഷേ തെറാപ്പിസ്റ്റ് അത് കാണുമ്പോൾ തെറാപ്പിസ്റ്റ് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ദാറ്റ് ദർ ഇസ് നോ വൺ സൈസ് ദാറ്റ് ഫിറ്റ്സ് ഓൾ എന്നുള്ളതാണ്. നമുക്ക് പല തെറാപ്പികളുണ്ട്, പക്ഷേ നമ്മൾ ഈ തെറാപ്പിക്ക് മുമ്പ് നമ്മൾ നോക്കിയിട്ട് നമ്മളിത് ഈ തെറാപ്പി അപ്ലൈ ചെയ്യാൻ പോകുന്ന ക്ലയൻറ്റിനെ നമ്മൾ ശരിക്കും ഒബ്സർവ് ചെയ്യും. എ ഗുഡ് തെറാപ്പിസ്റ്റ് ഷുഡ് ലുക്ക് ബിഹൈൻഡ് ദ മെൻ്റൽ ഡിസോർഡർ എന്ന് പറയും. അതായത് ബിഹൈൻഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വ്യക്തി തൻ്റെ മുമ്പിൽ ഒരു ഡിസോർഡറുമായിട്ട് നമ്മുടെ മുമ്പിൽ വരുന്നെങ്കിൽ നമ്മൾ ആ ഡിസോർഡറിനെ മാത്രമല്ല നോക്കേണ്ടത്, അതിൻ്റെ പുറകെയുള്ള വ്യക്തിയെ കൂടെ നോക്കും. ആൻഡ് ഇറ്റ്സ് ഓൾവേസ് സെഡ് ദാറ്റ് വി ലുക്ക് അറ്റ് ദ സോൾ ഓഫ് ദ പേഴ്സൺ എന്ന് പറയും, ആ മനുഷ്യൻ്റെ ആത്മാവ് എന്ന് പറയും. ഇപ്പോൾ സൈക്കോതെറാപ്പി ലാംഗ്വേജിൽ സോൾ ഈസ് ദ സം ടോട്ടൽ ഓഫ് ദ ഫിസിക്കൽ, മെൻ്റൽ, ഇമോഷണൽ, സ്പിരിച്വൽ ആസ്പെക്ട്സ് ഓഫ് ദാറ്റ് പേഴ്സൺ. പറയുമ്പം ഇതെല്ലാം ഒരു വ്യക്തിക്ക് ഡെഫിനറ്റ്ലി ലെറ്റ്സ് ഇപ്പോൾ രണ്ട് വ്യക്തികൾ വന്നു ആൻഡ് രണ്ടു പേർക്കും ഒരേ ഇഷ്യൂ എന്ന് വിചാരിച്ചു. ലെറ്റ്സ് രണ്ടു പേർക്കും ഒരു ഡിപ്രസീവ് തോട്ടുള്ള രണ്ടുപേരാണെന്ന് വിചാരിച്ചു. പലപ്പോഴും ആ രണ്ടു പേർക്കും ഒരേ തെറാപ്പി വർക്ക് ചെയ്യില്ല. ബിക്കോസ് ആ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ അവരെക്കുറിച്ചുള്ള തിങ്കിങ് പ്രോസസ്സ് ഡിഫറെൻ്റ് ആയിരിക്കും, അവർ ലോകത്തെ കാണുന്ന രീതി ഡിഫറെൻ്റ് ആയിരിക്കും, അവരുടെ പേരൻറ്റിങ് ഡിഫറെൻ്റ് ആണ്, അവരുടെ നെർവസ് സിസ്റ്റം റെഗുലേറ്റഡ് രീതി ഡിഫറെൻ്റ് ആണ്, അവർ തെറാപ്പിസ്റ്റിനെ കാണുന്നത് ഡിഫറെൻ്റ് ആയിട്ട്. സോ ഈ ഫാക്ടേഴ്സ് എല്ലാം പ്ലേ ചെയ്യും തെറാപ്പിയിൽ. സോ വിച്ച് മീൻസ് ദാറ്റ് ഒരേ തെറാപ്പി നമ്മൾ രണ്ടുപേരും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന രണ്ട് റിസൾട്ട് ആയിരിക്കും. ചിലപ്പോൾ ഒരാളിലൊരു 90% എഫക്റ്റീവ്നെസ് കണ്ടാൽ മറ്റേ ആൾ ചിലപ്പോൾ 40% എഫക്റ്റീവ്നെസ് കണ്ടത്. ബിക്കോസ് ഈ 90% എഫക്റ്റീവ്നെസ് കണ്ട ആൾ സീക്ക് ചെയ്തത് ചിലപ്പോൾ ഞാൻ ആളോട് വർക്ക് ചെയ്തിട്ടുള്ള ലെറ്റ്സ് ഒരു ടോക്ക് തെറാപ്പി ആവാം, അതല്ല എങ്കിൽ ലെറ്റ്സ് CBT എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ വെരി ലോജിക്കൽ തെറാപ്പി. ഇറ്റ് വർക്ക്സ് ഓൺ യുവർ തിങ്കിങ് പ്രോസസ്സ്. ആൻഡ് ആ വ്യക്തിക്ക് വേണ്ടിയിരുന്നത് തെറാപ്പിസ്റ്റ് എൻ്റെ കൂടെ ഇരുന്നിട്ട് എൻ്റെ തോട്ട് പാറ്റേൺസിനെ ഒന്ന് മാറ്റി പിടിക്കണം എന്നുള്ളതായിരിക്കും. എന്നാൽ മറ്റേ വ്യക്തി ഇതേ അസുഖമായിട്ട് വന്ന വ്യക്തിയായിരിക്കും, പക്ഷെ ആൾക്ക് അവിടെ വേണ്ടത് ലോജിക്കോ ആളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമല്ല. ഐ ഹാവ് ദിസ് ഇഷ്യൂ ബട്ട് ഐ വാണ്ട് ദ തെറാപ്പിസ്റ്റ് ടു ജസ്റ്റ് ലിസൺ ടു എന്നുള്ളതായിരിക്കും. അവർ ചിലപ്പം ദേ ഡോണ്ട് ഈവൻ നോ വാട്ട് ദേ വാണ്ട്. ഇത് മനസ്സിലാക്കി എടുക്കേണ്ട തെറാപ്പി. അതുകൊണ്ടാണ് പറഞ്ഞാൽ ഈ ഡിസോർഡറിൻ്റെ പുറകിലുള്ള മനുഷ്യനെ കൂടെ നോക്കണം. വാട്ട് ഡു ദേ വാണ്ട്? ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നിങ്ങൾക്കൊരു ഇഷ്യൂ ഉണ്ട്, ബട്ട് വാട്ട് ഡു യു വാണ്ട്? ഡു യു വാണ്ട് ടു സോൾവ് ദിസ്, അതോ ഡു യു വാണ്ട് മീ ടു ജസ്റ്റ് ഹിയർ യു ഔട്ട്, ഓർ ഡു യു വാണ്ട് മീ ആൻഡ് യു ടു വർക്ക് ഓൺ എ സൊല്യൂഷൻ? സോ അതുകൂടെ നോക്കിയെങ്കിലേ ഇതിനുള്ള ആൻസർ അവിടെ കിട്ടത്തുള്ളൂ. പിന്നെ എന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു ഏതാണ് ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് എന്നുള്ളത്. അങ്ങനെ പറയാൻ എന്നെക്കൊണ്ട് സാധിക്കുമെന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഇതുപോലെ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഒത്തിരി വരും, റിലേഷൻഷിപ്പ് ക്രൈസിസ് കുറേ വരാമെന്ന്. റിലേഷൻഷിപ്പിൽ പോലും പലരും ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് പലതാണ്. അങ്ങനെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കലി ഒരു ആൻസർ തരാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ കോമൺ ആയിട്ട് നോക്കിയാൽ പീപ്പിൾ ഫേസ് സ്വന്തം ഇമോഷൻസ് പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുന്നില്ല, പാർട്ട്ണറിനെ ട്രസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, എനിക്ക് ലോകത്തിനെ കുറിച്ചുള്ള നെഗറ്റീവ് കാഴ്ചപ്പാടുകളാണ്, എനിക്ക് മുമ്പോട്ട് ജീവിക്കാൻ ഒരു ഹോപ്പ് കിട്ടുന്നില്ല. ഇങ്ങനത്തെ ചില ദർ ആർ സർട്ടൺ പാറ്റേൺസ് ഇൻ ദ ക്ലയൻറ്റ്. അപ്പോൾ ഞാനത് ഡെഫിനറ്റ്ലി ഒരു പാറ്റേണാണ് ഞാൻ നോക്കുക, മോർ ദാൻ അവർക്കുള്ള ഡിസോർഡർ ഉണ്ടെന്നുള്ളത്. ഡയഗ്നോസിസ് എന്ന് പറയുന്നത് ഇവൻച്വലി പിന്നീട് വരുന്നതാണ്. വി ലുക്ക് അറ്റ് വാട്ട് ദ പേഴ്സൺ ഇസ് ഫേസിങ് ആൻഡ് വി ലുക്ക് അറ്റ് വാട്ട് ദ പേഴ്സൺ വാണ്ട്സ്. ഞാൻ ഈ അടുത്തിടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പോയതാണ്. ഫ്രണ്ടിൻ്റെ കൂടെ പോയതാണ്, ഞാൻ ബൈസ്റ്റാൻഡറായിട്ട് പോയതാണ്. അപ്പം ഞാൻ അവിടെ ഇരുന്നപ്പം പണ്ട് നമ്മൾ പനിക്കൊക്കെ ആശുപത്രിയിൽ ഇതുപോലെ പോകും. ഇപ്പം പക്ഷേ ഇതുപോലെ കുറേ പേര് ഞാൻ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. ഇത്രയും പേര് ഇത് കോമൺ ആയിട്ട്. പണ്ട് നമുക്ക് ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മളെ കാണുന്ന രീതി വേറെ ആയിരിക്കും. ഡോക്ടറിനെ കാണാൻ പോകുന്ന എന്തിനാ, മാനസിക പ്രശ്നത്തിനെന്ന്. ഇത് കോമൺ ആയിട്ട് എല്ലാവരും പനിക്ക് ആശുപത്രി വരുന്ന പോലെയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പം പലതരത്തിലുള്ള ആളുകൾ, ചെറിയ കുട്ടികൾ, എൻ്റെ പ്രായമുള്ളവർ, പ്രായത്തിൽ മൂത്തവർ, പലതരത്തിലുള്ള ആളുകൾ. പക്ഷെ ഞാൻ അതിൽ കണ്ടതിൽ ഏറ്റവും കൂടുതലും പെൺകുട്ടികളെയാണ്. എന്തോ ഞാൻ അവിടെ കണ്ടതിൽ പല പ്രശ്നങ്ങളുള്ള പെൺകുട്ടികൾ. ഞാൻ ഓരോരുത്തരെ ഒബ്സർവ് ചെയ്യുമ്പോഴും ചിലർ കോമൺലി നോർമലായിട്ട് ഇരിക്കുന്നവർ, ചിലർ അവിടെ വന്നിരിക്കുമ്പോഴും
തലയെ കൈവച്ച് എന്തൊക്കെയോ ഭയങ്കര പ്രശ്നങ്ങളിൽ ചിന്തിച്ചിരിക്കുന്നവര്. ഇപ്പം സാറിൻ്റെ അടുത്ത് വരുന്ന ക്ലയൻസിലും പെൺകുട്ടികൾ എന്തുകൊണ്ടായിരിക്കും കൂടുതലും പെട്ടെന്ന് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം, എനിക്ക് തോന്നുന്നു ചെറിയ കാര്യം അവർ തന്നെ പരിഹരിക്കാൻ പറ്റാതെ ഉടനെ പോയി ഒരു കൺസൾട്ട് ചെയ്യാം എന്നുള്ളത് കൊണ്ടായിരിക്കുമോ വരുന്നത്? ഇതിനെ എനിക്കും രണ്ട് രീതി കാണാൻ പറ്റും. കാര്യം ഡെഫിനറ്റ്ലി മെൻ്റൽ ഹെൽത്തിൽ കൂടുതലും പെൺകുട്ടികൾ തന്നെയാണ് വരാറുള്ളത്. ചില ഫേസുകളിൽ പുരുഷന്മാരുടെ എണ്ണം കൂടി വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ പെൺകുട്ടികളുടെ എണ്ണം നാച്ചുറലി, ഇപ്പം ഞാൻ എൻ്റെ ക്ലിനിക്കിൽ ഞാനൊരു മെയിൽ തെറാപ്പിസ്റ്റും കൂടെ ആയതുകൊണ്ട് ഫീമെയിൽസിൻ്റെ ഒപ്പം തന്നെ പല ഫേസുകളിൽ കുറേ മെയിൽസും തെറാപ്പിക്ക് വരാറുണ്ട്. ബട്ട് ഓവറോൾ എപ്പോൾ നോക്കിയാലും ഒരു 65 to 70% ഫീമെയിൽസ് തന്നെയാണ് കൂടുതൽ. നമ്മളതിനെ ഒരു വീക്ക്നെസ് ആയിട്ട് കാണാതെ നമ്മൾ അതിനൊരു സ്ട്രെങ്ത് ആയിട്ടാണ് കാണേണ്ടത്. കാര്യം ഞാനെപ്പോഴും കരുതുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ തെറാപ്പിക്ക് വരുന്നൊരു വ്യക്തി അവരുടെ ലൈഫിൽ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ആ ഇഷ്യൂവിനെ ശരിയാക്കണം എന്ന് ലൈഫിൽ ചാർജ് എടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരാളാണ് തെറാപ്പിക്ക് വരിക. സോ തെറാപ്പിക്ക് വരുന്നത് സ്ത്രീകൾ കൂടുതലായതുകൊണ്ട് നാച്ചുറലി വി ഹാവ് എൻ ഇൻക്ലിനേഷൻ ടു തിങ്ക് ദാറ്റ് വിമൻ കുറച്ചുകൂടി ഇമോഷണലി വീക്കാന്നുള്ളത്. ബട്ട് ഐ വുഡ് സേ അതിൻ്റെ ഓപ്പോസിറ്റ് ആക്ച്വലി. കാര്യം ഐ നീഡ് സപ്പോർട്ട് ടു വർക്ക് ഓൺ മൈ ലൈഫ് എന്നും തിങ്ക് ചെയ്യുന്നുണ്ട്, വിച്ച് ഇസ് ഗ്രേറ്റ് സ്ട്രെങ്ത്. അത് ഭയങ്കര ബോൾഡ്നെസ് ആണത്. പുരുഷന്മാർ കുറവെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ നാച്ചുറലി നമ്മുടെ സമൂഹത്തിൽ ഈ പുരുഷന്മാരുടെ ഇടയിൽ പറയും പുരുഷന്മാർ സ്ട്രോങ് ആയിരിക്കണം, കരയാൻ പാടില്ല, നാച്ചുറലി നിങ്ങൾ പ്രൊവൈഡേഴ്സാണ്, നിങ്ങളുടെ വീക്ക്നെസ് പുറത്ത് കാണിക്കാൻ പാടില്ല. അത് പുരുഷന്മാർ ഞാൻ ഉൾപ്പെടെ യങ് ജനറേഷൻ നമ്മുടെ ചെറിയ പ്രായം തൊട്ടേ നമ്മുടെ ഉള്ളിൽ പ്രോഗ്രാം ചെയ്യപ്പെട്ടതാണ് ആ തോട്ടുകൾ. അത് നമ്മുടെ ഒരു സൊസൈറ്റി ഇഷ്യൂ കൂടിയാണ്. ആസ് എവരിവെയർ മെൻ ആർ സപ്പോസ് ടു ബി സ്ട്രോങ്ങർ, പ്രൊവൈഡേഴ്സ്. സോ നമുക്ക് നമ്മുടെ വീക്ക്നെസ് കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ അത് നാച്ചുറലി സോ മെൻ ടെൻ ടു ഫീൽ ദാറ്റ് ദിസ് ഇസ് ഇറ്റ്, ആൻഡ് അവർ കുറച്ചുകൂടി ഇൻറ്റേർണലൈസ് ചെയ്യും. നമ്മൾ പുരുഷന്മാർ തെറാപ്പിക്ക് വരുന്നില്ല ഡസ് നോട്ട് മീൻ ദേ ഡോണ്ട് ഹാവ് എൻ ഇഷ്യൂ. ഇൻഫാക്ട് ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ള നമ്മുടെ സൊസൈറ്റിയിൽ ഇന്നും സ്ത്രീകൾക്കുള്ള അത്രയും സപ്പോർട്ട് പുരുഷന്മാർക്ക് സപ്പോർട്ട് കിട്ടുന്നില്ല. വി ഹാവ് പ്രോഗ്രാംസ് ഫോർ വിമൻ എംപവർമെൻ്റ് ഉണ്ട്. ഇന്നത്തെ ഒരു കാലത്ത് മെൻ എംപവർമെൻറ്റും വേണം. കാര്യം മെൻ ആർ ഓൾസോ ഫേസിങ് എ ലോട്ട് ഓഫ് ട്രബിൾ ആക്ച്വലി. പക്ഷേ അതിനുള്ളൊരു സപ്പോർട്ട് സിസ്റ്റംസ് ഇല്ല. പ്ലസ് ആണുങ്ങളുടെ ഉള്ളിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു തോട്ടുണ്ട് ദാറ്റ് ഐ ഷുഡ് നോട്ട് ഷോ മൈ വീക്ക്നെസ് എന്നുള്ളത്. ബട്ട് നാച്ചുറലി നമ്മൾ അവരോട് അടുത്ത് സംസാരിക്കുമ്പം ഇവൻ കപ്പിൾ തെറാപ്പിയിൽ പോലും വളരെ ക്ലോസ് ആയിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാവും ദാറ്റ് മെൻ ഓൾസോ ഫേസ് എ ലോട്ട് ഓഫ് സ്ട്രഗിൾസ് ഇൻ ലൈഫ്. ആൻഡ് സോ അഗെയിൻ ക്ലിനിക്കിലേക്ക് വരുമ്പോൾ നാച്ചുറലി സ്പീക്കിംഗ് പലരും വരുന്ന പല ഡിസ്ട്രസ്സിലാണ്. ആൻഡ് ചിലർക്ക് they just seek an answer. I have an issue and I know that I need to get over this issue, and but it's okay, എന്നെ ഒത്തിരി രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നില്ല. I have an answer but I need to know if this is the right answer. ചിലരുടെ ലൈഫിൽ കംപ്ലീറ്റ്ലി ലൈക്ക് അവർ നടന്ന എല്ലാ ഇഷ്യൂസ് എല്ലാം കൂടെ കാരണം കംപ്ലീറ്റ്ലി ഒരു ഡിസ്ട്രക്ഷൻ മോഡിലായിരിക്കും. അവർക്ക് ഇരിക്കാൻ പോലും പറ്റില്ല, അതേ ഫീൽ ടു ക്രൈ എന്നുണ്ടാവാം. അപ്പം പലരും ഇപ്പം നമ്മൾ ക്ലിനിക്കിലേക്ക് വരുമ്പോൾ നമ്മൾ അവരുടെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിക്കാറുണ്ട്. സം ആർ ഓക്കെ എന്ന് വെച്ചാൽ ചെറിയൊരു ഇഷ്യൂ ആണ്, ചിലർക്ക് കംപ്ലീറ്റ്ലി ഐ കനോട്ട് കോപ്പ് അപ്പ് വിത്ത് ദിസ് ഇഷ്യൂ എന്നുള്ളതാണ്. സോ പലരും എക്സിബിറ്റ് ചെയ്യുന്ന ബോഡി ലാംഗ്വേജ് ഡിഫറെൻ്റ് ആയിരിക്കും, പലരുടെയും സ്റ്റോറികൾ ഡിഫറെൻ്റ് ആയിരിക്കും. സോ അഗൈൻ ടു ആൻസർ വൺ മോർ ക്വസ്റ്റ്യൻ, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടായിരുന്നു ദാറ്റ് മെൻ്റൽ ക്ലിനിക്കിൽ പോയപ്പം പേഷ്യൻസ് കൂടുന്നുള്ളത്. ഐ അഗ്രി വിത്ത് ദാറ്റ്. കാര്യം ഇപ്പോൾ റീസെൻ്റ്ലി സോ മെനി പീപ്പിൾ ആർ കമ്മിങ്, ആൻഡ് ഇൻഫാക്ട് നമ്മളതിനെ പോസിറ്റീവായിട്ടാണ് കണ്ടത്. So many people have a mental issue, ഉപരി so many people have decided to take charge of their life. ഈ മെൻ്റൽ ഇഷ്യൂസൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു, പുതിയതായിട്ട് വന്ന ഇഷ്യൂസ് എന്ന് പറയാനൊന്നുമില്ല. ഉണ്ട്, 1 or 2 are there, ബട്ട് ഈ ഇഷ്യൂസൊക്കെ നേരത്തെയും ഉണ്ടായിരുന്നു. പക്ഷെ നേരത്തെയൊക്കെ നമുക്കൊരു മെൻ്റൽ ഹെൽത്ത് ക്ലിനിക്കിൽ പോകാൻ പാടായിരുന്നു. കാര്യം സൊസൈറ്റിയിലൊരു സ്റ്റിഗ്മയുണ്ട്. കാര്യം ഒന്നുകിൽ പ്രാന്താണ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് പ്രോബ്ലം ഉണ്ട്. നമ്മൾ പിന്നെ അതിലായിരിക്കും ലേബൽ ചെയ്യുന്നത്. അപ്പം ഒന്ന് പ്രാന്ത് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് പ്രോബ്ലം, ഇത് രണ്ടിലായതുകൊണ്ട് ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്. പീപ്പിൾ നെവർ യൂസ് ടു ഗോ, ബട്ട് നൗ പീപ്പിൾ ആർ ടേക്കിംഗ് ചാർജ്. എസ്പെഷ്യലി ഞാൻ കണ്ടിട്ടുണ്ട് യങ് ജനറേഷൻ കുറച്ചുകൂടെ ചെറിയ ഇഷ്യൂ ഇപ്പം പലരും വരും, ബട്ട് ഇറ്റ്സ് എ വെരി സ്മോൾ ഇഷ്യൂ ആൻഡ് ദേ ഓൾസോ നോ ഇറ്റ്. ബട്ട് ഈ ഇഷ്യൂവിൽ ഐ നീഡ് എ തെറാപ്പിസ്റ്റ് ടു ഹെൽപ്പ് മീ ഔട്ട് എന്ന് അവർ പറയാറുണ്ട്. ആൻഡ് ഞാനും പറയാറുണ്ട്, സി ഐ ഡോണ്ട് ലൈക്ക് ടു സേ ദാറ്റ് ഐ എം എ സൈക്കോളജിസ്റ്റ്. കാരണം സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സർജൻ പോലെ ഒരു മെഡിക്കലൈസ്ഡ് ടേമായി മാറി. എനിക്കൊരു സൈക്കോളജിസ്റ്റ് ഉണ്ടെന്ന് പറയുന്നതിനേക്കാൾ ഈസിയാണ് എനിക്കൊരു തെറാപ്പിസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത്. തെറാപ്പിസ്റ്റ് ഇസ് മച്ച് മോർ ഫ്രണ്ട്ലി, നിങ്ങളുടെ ഒപ്പം നിന്ന് നിങ്ങളുടെ ഒപ്പം സോൾവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. സോ ഐ യൂസ് ദാറ്റ് വേർഡ്. ഞാനും ക്ലയൻസിനോട് പറയും, ഐ എം നോട്ട് എ സൈക്കോളജിസ്റ്റ്, കോൾ മീ എ തെറാപ്പിസ്റ്റ്, ഐ ആം യുവർ തെറാപ്പിസ്റ്റ്.
സാർ ഈ സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്, പൊതുവേ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ വന്നാൽ സൈക്കോളജിസ്റ്റിനെ കാണണോ സൈക്കാട്രിസ്റ്റിനെ കാണണോ എന്നുള്ളത്. നോർമൽ ഉള്ളൊരു നമുക്ക് സൈക്കോളജിസ്റ്റ് ആണോ ഡോക്ടർ, സൈക്കാട്രിസ്റ്റിനെ ആണോ കാണേണ്ടത് ഡൗട്ട് ഉണ്ട്. സത്യത്തിൽ എന്താണ് ഇവർ രണ്ടുപേരും നമുക്ക് തരുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്? ഞങ്ങളുടെ ഈ മെൻ്റൽ ഹെൽത്ത് സർക്കിൾസിൽ ഏറ്റവും കൂടുതലുള്ള ഡിസ്കഷൻ ഇതാണ്. എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ഈസ് ദ ഇഷ്യൂ ദാറ്റ് യു ആർ ഫേസിങ് എന്നുള്ളത്. ഓരോ ഇഷ്യൂവിനും നമ്മൾ കാണേണ്ട ആളിൽ ഡിഫറൻസ് ആണ്. ബട്ട് പലപ്പോഴും ക്ലയൻസിന് അത് അറിയില്ല എന്നുള്ളതാണ്. യു ക്യാൻ ഗോ ടു എനി വൺ. ഇപ്പം എനിക്കറിയാവുന്ന ഒരു സൈക്കാട്രിസ്റ്റിനെ ആണെങ്കിൽ ഇഫ് ഐ ഹാവ് എ പ്രോബ്ലം 100% ഐ ക്യാൻ ഗോ ആൻഡ് വിസിറ്റ് ദറ്റ് സൈക്കാട്രിസ്റ്റ്. സൈക്കാട്രിസ്റ്റ് എന്ന് പറയുമ്പം ഇറ്റ്സ് എൻ MBBS ഡോക്ടർ. MBBS പഠിച്ച് MD എടുത്ത് MD സൈക്കാട്രി എടുത്ത് ഇറ്റ്സ് എ പ്യുവർ പക്ക ഡോക്ടർ. അപ്പം അവർ നോർമലി അവർ ഹെൽപ്പ് ചെയ്യുന്നത് മെഡിസിൻസിലൂടെയാണ്. ആൻഡ് വാട്ട് ദേ ഡു, അവരും തെറാപ്പി പഠിച്ചവരുണ്ട്. അതിലും അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു ഡിസ്ട്രസ് സിറ്റുവേഷനുമായിട്ട് അവിടെ ചെല്ലുമ്പോൾ അതിനെ മാനേജ് ചെയ്യാനുള്ള മെഡിക്കേഷൻ സപ്പോർട്ടാണ് അവർ കൂടുതലും തരിക. മെഡിക്കേഷൻ സപ്പോർട്ടുള്ള സിറ്റുവേഷൻസിൽ ദേ ആർ ഗുഡ്. ഇപ്പം ക്ലാസിക് എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഡിപ്രഷൻ, ക്ലിനിക്കലായിട്ടുള്ള ഡിപ്രഷൻ, പിന്നെ വയലൻസ്, പിന്നെ സൂയിസൈഡൽ തോട്ട്സ്, ഇങ്ങനത്തെയൊക്കെ കേസിൽ ഡെഫിനറ്റ്ലി സൈക്കാട്രിസ്റ്റ് ഈസ് ദ പേഴ്സൺ ടു ഗോ. കാര്യം ആ കേസസിലൊക്കെ ഈ ഒരു മെഡിക്കേഷൻ സപ്പോർട്ടിന് ആവശ്യമുണ്ടാവും. ആ സമയത്ത് തെറാപ്പി അല്ല വർക്ക് ചെയ്യുക, മെഡിക്കേഷൻ ആയിരിക്കും നമുക്കൊരു ഇമ്മീഡിയറ്റ് റെസ്പോൺസ് തരാം. പിന്നുള്ളത് അതർ സൈഡ് ഇസ് സൈക്കോളജിസ്റ്റ്. സൈക്കോളജിസ്റ്റിൽ തന്നെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റും ഉണ്ട്, ഈവൻ ഓർഗനൈസേഷനിലും ഉണ്ട്. ബട്ട് ദാറ്റ്സ് ഡിഫറെൻറ്റ്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ ദേ ആർ മോർ ഇൻ ടു ഡയഗ്നോസിസ്. അവർ ലൈസൻസ്ഡ് ആയിട്ടുള്ളവരായിരിക്കും. അവർക്കൊരു RCA ലൈസൻസ് ഉണ്ടാവും. ആൻഡ് അവർ ചെയ്യുന്നത് എല്ലാ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും ലൈസൻസ് ഇല്ല, പക്ഷെ ലൈസൻസ് ഉള്ളവർക്ക് ദേ ഹാവ് ദ ലൈസൻസ് ടു ഡയഗ്നോസ്. ഇന്ന അസുഖമാണെന്നുള്ള ഡയഗ്നോസിസ് ആയിട്ട് ദേ പ്രിപ്പയർ ദ ഷീറ്റ്. ആൻഡ് ദാറ്റ് ഷീറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ നമ്മുടെ ഡോക്യുമെൻറ്റ് കീപ്പിങ്ങിനാണെങ്കിലും ലീഗൽ കേസസിനാണെങ്കിലും ഹോസ്പിറ്റലൈസേഷൻ ആണെങ്കിലും വർക്ക് പ്ലേസിൽ അപ്രൂവ്മെൻറ്റിലാണെങ്കിലും ഒക്കെ അതൊക്കെ ഇറ്റ്സ് ഗുഡ്. ഡയഗ്നോസിസ് ക്ലിനിക്കലാണ് ചെയ്യുന്നത്. കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് കൂടുതൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് സൈക്കോ തെറാപ്പിയിലൂടെയും കൗൺസിലിങ്ങിലൂടെ ആയിരിക്കും. വിച്ച് മീൻസ് ദാറ്റ് സൈക്കോ തെറാപ്പി, അതായത് തെറാപ്പി ആവശ്യമുള്ളിടത്ത് അവർ നമ്മുടെ ഒപ്പം ഇരുന്ന് വർക്ക് ചെയ്യുന്നുള്ളതാണ്. ഇൻഫാക്ട് എല്ലാ മെൻ്റൽ ഡിസോർഡേഴ്സിലും, ഐ വുഡ് സേ എല്ലാ മെൻ്റൽ ഡിസോർഡേഴ്സിലും ഇവരെല്ലാം കൂടെ ചേർന്നാണ് വർക്ക് ചെയ്യേണ്ടത്. ദേ ഓൾ ഷുഡ് വർക്ക് ഹാൻഡ് ഇൻ ഹാൻഡ്. ഒരു നല്ലൊരു പ്രോപ്പറായിട്ടൊരു വലിയ ക്ലിനിക്ക് നമ്മൾ എപ്പോൾ നോക്കിയാലും അവിടെ ഇവരെല്ലാം ഉണ്ടാവും. ചെറിയ ക്ലിനിക്സിനാണെങ്കിലും ദേ വിൽ റെഫർ. ഇപ്പം ഐ എം എ കൗൺസിലർ, ഐ എം എ സൈക്കോ തെറാപ്പിസ്റ്റ്. അപ്പം ഞാൻ ചെയ്യുന്നത് കൗൺസിലിംഗ് ആണ്. ആൻഡ് കൗൺസിലിംഗ് ചെയ്യുമ്പം കൗൺസിലിങ്ങിലൂടെ മാറുന്നതാണെങ്കിൽ ഐ വിൽ വർക്ക് ഓൺ ദം. അതല്ല അവർക്ക് മെഡിക്കേഷൻ സപ്പോർട്ട് വേണം, അല്ലെങ്കിൽ അവർക്കൊരു പ്രോപ്പർ ഡയഗ്നോസിസിൻ്റെ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞാൽ ഐ വിൽ റെഫർ ദം ടു മൈ ഫ്രണ്ട്സ് ഹു ആർ സൈക്കാട്രിസ്റ്റ് ആൻഡ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. അപ്പോൾ എന്നിട്ട് അത് ഡയഗ്നോസിസ് കഴിഞ്ഞിട്ട് ദേ വിൽ കം ബാക്ക് ടു മീ. കാര്യം ഞാൻ എന്തുകൊണ്ട് ഇവർ 3 പേര് വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു മെൻ്റൽ ഡിസോർഡറിലും മെഡിക്കേഷൻ സപ്പോർട്ട് വേണ്ടിയെടുത്ത് അത് വേണ്ടി വരും, ഡയഗ്നോസിസ് വേണ്ടിയെടുത്ത് അത് വേണ്ടി വരും, ആൻഡ് ഡെഫിനറ്റ്ലി യു നീഡ് കൗൺസിലിംഗ്. എല്ലാത്തിലും അവസാനം എത്തിപ്പറ്റുന്ന കൗൺസിലറിൽ സൈക്കോ തെറാപ്പിയിലേക്ക് തന്നെ വരും. ബിക്കോസ് യു നീഡ് ഇറ്റ്. അതുകൊണ്ട് നമുക്ക് ആരും കൂടിയതോ കുറഞ്ഞോ എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് കോമ്പറ്റീഷൻ, ഇറ്റ്സ് കൊളാബറേഷൻ. അതുപോലെ തന്നെ ഒരു മാനസിക പ്രശ്നമായിട്ട് ഒരാൾ വരുമ്പോൾ നമ്മൾ ടാബ്ലറ്റുകൾ കൊടുക്കാറുണ്ട്. സത്യത്തിൽ ഈ ടാബ്ലറ്റ് ആണോ പിന്നീട് അയാളുടെ എല്ലാ മൈൻഡിലുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്? കാരണം ഞാനിപ്പം പറഞ്ഞില്ലേ, ഒരു ഫ്രണ്ടിൻ്റെ കൂടെ പോയിന്ന് 6 വർഷമായിട്ട് ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. കാരണം 6 വർഷമായിട്ട് ഈ ടാബ്ലറ്റിലാണ് ഒരാളുടെ മൈൻഡ് കൺട്രോൾ ചെയ്യുന്നതെന്ന് കേട്ടപ്പോൾ ഞാൻ ഇതിന് നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്, കഴിക്കാൻ തുടങ്ങിയാൽ ജീവിതകാലം മുഴുവനും പിന്നെ ഇത് കഴിക്കണമെന്നുള്ളത്. അങ്ങനെയാണോ ഇതിൻ്റെ ഒരു വാസ്തവം? ഓക്കെ, ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. എനിക്കിതുവരെ കിട്ടാത്തൊരു ക്വസ്റ്റ്യൻ കൂടെയാണ്. ഓക്കെ, ഐ വിൽ ആൻസർ ഇറ്റ്. നമുക്കിപ്പം ലെറ്റ്സ് സേ ലൈഫ് ലോങ് മെഡിക്കേഷൻ കഴിക്കുന്നവരുണ്ട് അല്ലേ. ഇപ്പം ഒരു മെഡിസിൻ കഴിച്ചിട്ട് വേണം എൻ്റെ മനസ്സ് കൺട്രോൾ ചെയ്യാൻ നമുക്ക് ചിന്തിക്കാം. പക്ഷേ ഇപ്പം ഷുഗറുകാർ ലൈഫ് ലോങ് മെഡിക്കേഷൻ എടുക്കുന്നില്ലേ. അപ്പം ഒരു ലൈഫ് ലോങ് മെഡിക്കേഷൻ കഴിച്ചിട്ട് വേണോ എനിക്ക് എൻ്റെ പാൻക്രിയാസ് കൺട്രോൾ ചെയ്യാൻ നമുക്കവിടെ ചോദിക്കാം. അല്ലെങ്കിൽ ഹേർട്ട് റിലേറ്റഡ് ആൾക്കാർ ലൈഫ് ലോങ് എടുക്കും. വിച്ച് ഐ എം നോട്ട് ഗ്ലോറിഫൈങ് മെഡിക്കേഷൻ. പക്ഷേ ഞാൻ പറയുന്നത് നമുക്ക് മെഡിക്കേഷൻ ആവശ്യമുള്ളിടത്ത് മെഡിക്കേഷൻ തന്നെ വേണം. ബിക്കോസ് മെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സപ്പോർട്ട് എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഏതൊരു അസുഖം വന്നാലും അതൊരു ലൈഫ് ലോങ് അസുഖമായിട്ട് നിൽക്കുന്നതാണെങ്കിൽ ലൈഫ് ലോങ് മെഡിക്കേഷൻസ് ആവശ്യമുണ്ടാവും. അതല്ല എങ്കിൽ
അത് കുറച്ചൊരു ടൈം ഫ്രെയിമായിട്ട് മെഡിക്കേഷൻ്റെ സപ്പോർട്ട് വേണ്ടിയ ഒരു ഫേസ് ഉണ്ട്. ഇവൻച്വലി അതില്ലാതെയും അവർക്ക് നീങ്ങാൻ പറ്റും എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ മെഡിക്കേഷൻ വിൽ കം ഡൗൺ. ഇൻഫാക്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് എപ്പോഴും നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഫീൽഡിൽ മെഡിക്കേഷൻ കൊടുക്കുന്ന സൈക്കാട്രിസ്റ്റുകളാണ്. സൈക്കാട്രിസ്റ്റുമാർ പോലും ആഗ്രഹിക്കുന്നില്ല ദാറ്റ് ദിസ് പേഴ്സൺ ഷുഡ് ബി ഓൺ മെഡിക്കേഷൻ ഫുൾ ടൈം. അവർ നോർമലി ചെയ്യുന്നത് മെഡിക്കേഷൻ ഭയങ്കരമായിട്ട് ആവശ്യമുള്ള സിനാരിയോ വരുമ്പം ദേ വിൽ ഗിവ് ഇറ്റ്. ഇവൻച്വലി അവർ ടേപ്പർ ചെയ്യും അതിന്. ഇഫ് ദിസ് പേഴ്സൺ ഈസ് നൗ ഏബിൾ ടു സസ്റ്റെയിൻ വിത്തൗട്ട് മെഡിക്കേഷൻ സിറ്റുവേഷൻ ആണെങ്കിൽ അത് മെഡിക്കേഷൻ കുറച്ച് കൊണ്ടുവരും. സോ ഏതൊരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ആണെങ്കിലും മെഡിക്കേഷൻ മാത്രമല്ല, അതിൻ്റെ ഒപ്പം പ്രോപ്പറായിട്ടുള്ള സൈക്കോതെറാപ്പിയും കൂടെ ആവശ്യമുണ്ട്. ആൻഡ് പലപ്പോഴും മെഡിക്കേഷനും സൈക്കോതെറാപ്പിയും തമ്മിൽ മ്യൂച്വൽ കോംപ്ലിമെൻറ്റ് ചെയ്താണ് പോകുന്നത്. ഇഫ് ഐ എം ഹാവിങ് എൻ ഇഷ്യൂ, മെഡിക്കേഷൻ ആവശ്യമുള്ളത് ഐ മൈറ്റ് നീഡ് ഇറ്റ്. എല്ലാ കേസിലും മെഡിക്കേഷൻ വേണ്ട. അഗെയിൻ ഞാൻ പറയുന്നത് പോലെയാണ് വയലൻസ്, സൂയിസൈഡൽ തോട്ട്സ്, സ്കീസോഫ്രീനിയ പോലെ ഹാലുസിനേഷൻ ആയിട്ടുള്ള ഇഷ്യൂസ്, ഹൈലി സിവിയർ ഡിപ്രസീവ് തോട്ട്സ്, ലാക്ക് ഓഫ് മോട്ടിവേഷൻ, ഇങ്ങനത്തെ കേസുകളാണ് മെഡിക്കേഷൻ ഉണ്ടാകുന്നത്. മെഡിക്കേഷൻ ആവശ്യമില്ലാത്ത തരം സോ മെനി അതർ ഒരു നോർമൽ ജനറൽ ആയിട്ടുള്ള ആൾക്കാർക്ക് വരുന്നൊരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂവിൽ നോർമൽ ഒരു ഡെയിലി ഒരു ഡിസിഷൻ മേക്കിംഗ് ഇഷ്യൂവോ അങ്ങനത്തെ ഒന്നും മെഡിക്കേഷൻ ആവശ്യമില്ല. സോ മെഡിക്കേഷനൊപ്പം തെറാപ്പിയും പോകും. ഇറ്റ്സ് മ്യൂച്വലി കോംപ്ലിമെൻറ്റഡ്. പലപ്പോഴും ആ തെറാപ്പിയുടെ എഫക്റ്റീവ്നെസ് കൊണ്ട് മെഡിക്കേഷൻ കുറഞ്ഞു വരും. ആൻഡ് കാര്യം ആ ഡോക്ടർ സൈക്കാട്രിസ്റ്റ് ഇവിടെ നോക്കുന്നത് ഹാസ് എ തെറാപ്പി വർക്ക്ഡ്. എല്ലാ സൈക്കാട്രിസ്റ്റും മെഡിക്കേഷനൊപ്പം ദേ വിൽ ടെൽ ദം ടു ടേക്ക് തെറാപ്പി ഓൾസോ. വളരെ വളരെ സിവിയർ കേസസിലാണ് കംപ്ലീറ്റ് ഒരു സൈക്കാട്രിക് വാർഡിലേക്കുള്ള അഡ്മിഷനോ അങ്ങനെയൊക്കെ അവർ കൊടുക്കത്തുള്ളൂ. അതല്ലെങ്കിൽ പേഴ്സൺ ഹാസ് ടു കം ബാക്ക് ടു തെറാപ്പി. തെറാപ്പി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കൗൺസിലിംഗ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ കൗൺസിലിങ്ങിൻ്റെ എഫക്റ്റീവ്നെസ്സിലൂടെ മെഡിക്കേഷൻ കുറച്ച് അവർക്ക് നിൽക്കാനും പറ്റും. ബട്ട് ഇങ്ങനെ ചില കേസസിൽ ലൈഫ് ലോങ് എടുക്കേണ്ട സിറ്റുവേഷൻസും വരാറുണ്ട്. സോ ഇറ്റ് ഈസ് ദർ, നമുക്കത് ഡിനൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ആ ഒരു ടാബ്ലറ്റ് ആയിരിക്കും അയാളുടെ മെൻ്റലായിട്ടുള്ള മൈൻഡ് കൺട്രോൾ ചെയ്യുന്നത് ആ ടാബ്ലറ്റ് ആണോ? കംപ്ലീറ്റ്ലി നോ. മൈൻഡിൻ്റെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആസ്പെക്റ്റിനായിരിക്കും ടാബ്ലറ്റ് കൺട്രോൾ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം ലെറ്റസ് സേ ഇപ്പം സിവിയർ ഡിപ്രഷൻ ആയിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഡിപ്രഷൻ ബേസിക്കലി ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് എ പ്രോബ്ലം ഇൻസൈഡ് യുവർ ബ്രെയിൻ. ബ്രെയിനിന് മോട്ടിവേഷൻ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ആൻഡ് ദാറ്റ് ഈസ് ബിക്കോസ് ബ്രെയിനിനകത്തുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്, ഡോപ്പമിൻ, സെറട്ടോണിൻ പോലത്തത്. ഒരു നോർമൽ ലെവലിൽ ഇറ്റ് ഈസ് നോട്ട് ഏബിൾ ടു ബി പ്രൊഡ്യൂസ്ഡ് ഓർ ട്രാൻസ്പോർട്ടഡ് വിത്തിൻ ദ ബ്രെയിൻ. അത് നമുക്ക് സംസാരം കൊണ്ടോ തെറാപ്പി കൊണ്ടോ ചെയ്യാൻ സാധിക്കില്ല. ഇറ്റ് നീഡ്സ് മെഡിക്കേഷൻ. അപ്പോൾ ആ മെഡിക്കേഷൻ എന്ന് പറയുന്നത് ആ മൈൻഡ് കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ മൈൻഡ് ഡെഫിനറ്റ്ലി ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ പോലും ദാറ്റ് മെഡിക്കേഷൻ ഹെൽപ്സ് ദ മൈൻഡ് ടു ഫങ്ഷൻ ബെറ്റർ എന്നുള്ളതാണ്. നോട്ട് ആ മെഡിക്കേഷൻ ഇല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഡൗൺ ആവുന്നുള്ളതല്ല. ആ വ്യക്തിയുടെ ആൾക്ക് കിട്ടുന്ന തെറാപ്പിയുടെ ഒപ്പം ആളുടെ സോഷ്യൽ സെറ്റിങ്സ് ഓക്കെ ആവുന്നതിനൊപ്പം മെഡിക്കേഷനും കൂടി ഉണ്ട് എങ്കിൽ ദാറ്റ് പേഴ്സൺ ക്യാൻ ഗെറ്റ് ബെറ്റർ. മെഡിക്കേഷൻ കൺട്രോൾസ് എ പെർട്ടിക്കുലർ ആസ്പെക്ട് അല്ലെങ്കിൽ ഇറ്റ് സപ്പോർട്ട്സ് എ പെർട്ടിക്കുലർ ആസ്പെക്ട് ഓഫ് ദ തെറാപ്പി പ്രോസസ്. സാർ, ഞാൻ ജീവിതത്തിൽ എന്ത് ചെയ്താലും രക്ഷപ്പെടാൻ പോകുന്നില്ല, ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്താലും എനിക്ക് ജീവിതത്തിൽ സന്തോഷം കിട്ടാൻ പോകുന്നില്ല എന്നുള്ളൊരു വ്യക്തി സാറിനെ കൺസൾട്ട് ചെയ്യാൻ വരുവാണെങ്കിൽ സാറ് ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ അങ്ങനെ ഒരാളല്ല, ഇതുപോലെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ എന്ത് ചെയ്താലും രക്ഷപ്പെടില്ല, ഞാൻ ഒരു കാലത്തും നന്നാവാൻ പോകുന്നില്ല, എനിക്കെപ്പോഴും പ്രശ്നങ്ങളായിരിക്കും. അങ്ങനെ ഒരാൾ വരുമ്പം അങ്ങനെയുള്ള ആൾക്ക് സാറിന് എന്തായിരിക്കും പറയാനുള്ളത് ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ? ഇങ്ങനത്തെ ഒരു കേസിൽ ഞാൻ എന്ത് ചെയ്താലും രക്ഷപ്പെടാൻ പോകുന്നില്ല, നമ്മൾ തന്നെ LH എന്ന് പറയും, ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് വെച്ചാൽ ഞാൻ ലൈഫിലൂടെ കടന്നു പോയ സാഹചര്യങ്ങളിലൂടെയും ഞാൻ ആക്ഷൻ എടുത്ത സിറ്റുവേഷൻസിൽ പോലും എനിക്ക് കിട്ടിയ റിസൾട്ട് ഞാൻ ഉദ്ദേശിച്ച പോലെ ആയിരുന്നില്ല, നെഗറ്റീവായിരുന്നു. ഐ ട്രൈഡ് സോ മച്ച് ടു കറക്റ്റ് മൈസെൽഫ് അല്ലെങ്കിൽ കറക്റ്റ് മൈ ലൈഫ്, പക്ഷെ ഒന്നും നടന്നില്ല. നാച്ചുറലി അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കിടക്കുമ്പോൾ നാച്ചുറലി വ്യക്തി ചിന്തിക്കും ദാറ്റ് ദർ ഇസ് എൻ ഇഷ്യൂ വിത്ത് മീ. കാര്യം എന്ത് ചെയ്തിട്ടും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ വിച്ച് മീൻസ് ഐ ഹാവ് എ പ്രോബ്ലം, എന്നെക്കൊണ്ട് അത് സാധിക്കുന്നില്ല, വിച്ച് മീൻസ് ദറ്റ് ഐ എം നാച്ചുറലി ഹെൽപ്ലെസ്. സോ ഞാൻ ഇതിലൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക, ഈ ഒരു ഇൻ്റർവെൻഷൻസും എൻ്റെ മുകളിൽ വർക്ക് ചെയ്യാൻ പോകുന്നില്ല, അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലേക്ക് ആൾക്കാർ വരും. ലേൺഡ് ഹെൽപ്ലെസ്നെസ് ത്രൂ മൈ സിറ്റുവേഷൻസ് ടോട്ട് മീ ടു ബി ഹെൽപ്ലെസ് ആൻഡ് ഡോണ്ട് മേക്ക് എ മൂവ്. സംഹൗ തെറാപ്പിയിലേക്ക് എത്തിപ്പറ്റി. ആൻഡ് തെറാപ്പിയിലൂടെ നമ്മൾ നാച്ചുറലി ആ ലേൺ ഹെൽപ്ലെസ്നെസ് ആണ് നമ്മൾ ശരിക്കും അതിലൂടെ മാറ്റേണ്ടത്. വി ട്രെയിൻ ദ ക്ലയൻറ്റ് ദാറ്റ് നിങ്ങൾ ഇറ്റ്സ് നോട്ട് ഹൗ യു തിങ്ക്. നമ്മുടെ ലോകത്തിലേക്ക് നമ്മുടെ പേഴ്സ്പെക്റ്റീവിലാണ് ചേഞ്ചസ് വരേണ്ടത്. ഇപ്പം ഫോർ എക്സാമ്പിൾ എനിക്കൊരു മല കയറണം എന്ന് വിചാരിച്ചു, ആൻഡ് ഞാനൊരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് നിന്നുകൊണ്ട് ആ മലയെ നോക്കുമ്പം ഇറ്റ്സ് സ്റ്റീപ്പ് ആൻഡ് ഇറ്റ്സ് വെരി ഹൈ, എന്നെക്കൊണ്ട് ഒരു രീതിയിലും കയറാൻ സാധിക്കുന്നില്ല.
ഓക്കെ ഞാനിത് എനിക്ക് മല കയറിയാലേ പറ്റൂ, കാര്യം മല കയറിക്കൊണ്ട് എനിക്ക് മുമ്പോട്ട് യാത്ര ചെയ്യാം, പക്ഷേ സാധിക്കില്ല എന്നാൽ അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന ആ പൊസിഷൻ തന്നെ നിൽക്കുകയാണ്. എന്നാൽ തെറാപ്പിയിലൂടെ വാട്ട് വി ഡു, ഞാനൊരു മെറ്റാഫോറാണ് പറയുന്നത്, നമ്മൾ ആ നിന്ന പൊസിഷനാണ് മാറ്റുന്നത്. നമുക്ക് മല മാറാൻ പറ്റില്ല, പലപ്പോഴും നമുക്ക് നമ്മളെ മാറ്റാനും പ്രയാസമായിരിക്കും. ബട്ട് ഐ ആം ഗോയിങ് ടു ചേഞ്ച് ദ വേ ഐ ലുക്ക് അറ്റ് ദ സിറ്റുവേഷൻ. ആ പൊസിഷൻ ഒന്ന് മാറി ഒരു 100 മീറ്റർ ഇങ്ങോട്ട് നടന്നിട്ട് അതേ മലയെ നോക്കാൻ പറയും. നോ ഇതേ മല തന്നെ, പക്ഷേ നോ ഐ നോ മല എനിക്ക് കയറാൻ സാധിക്കും. യുനോ സ്ലോപ്പ് ഉണ്ട്, കട്ടിങ്സ് ഉണ്ട്, എനിക്ക് കുറച്ചുകൂടെ ആക്സസിബിൾ ആണെന്ന് എനിക്ക് തോന്നുകയാണ്. ബിക്കോസ് ഞാൻ എൻ്റെ പൊസിഷൻ മാറ്റി. അപ്പം നമ്മളെ തെറാപ്പിയിലൂടെ ഐ എം ചേഞ്ചിങ് ദ വേ ഇൻ വിച്ച് ഐ എം ലുക്കിംഗ് അറ്റ് ദ സിറ്റുവേഷൻ ഓഫ് ദ പ്രോബ്ലം. സോ അപ്പം നാച്ചുറലി ഞാൻ ഉദ്ദേശിച്ച പോലെ എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല എന്നുള്ള പൊസിഷനിൽ നിന്ന് ഓക്കെ നൗ ഐ ഹാവ് ഹോപ്പ്, ഞാനൊരു മുമ്പോട്ടൊരു സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പ്രോബ്ലത്തെ മാനേജ് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു പൊസിഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് തെറാപ്പി നോക്കുന്നത്. നമ്മുടെ സ്വന്തം തീരുമാനമാണെന്ന് കരുതി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, അപ്പം അതിലെന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളെ നിയന്ത്രിക്കുന്നുണ്ടോ? സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ ലൈഫിലെ നമ്മുടെ പല ആക്ഷൻസിനെയും നമ്മുടെ തോട്ടുകളെയൊക്കെ നിയന്ത്രിക്കുന്നുണ്ട്. കോൺഷ്യസ് മൈൻഡ് പോലെ തന്നെയാണ് സബ് കോൺഷ്യസ് മൈൻഡ്. ഇൻഫാക്ട് കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ് ഉണ്ടെന്ന് പറയും. സോ സബ് കോൺഷ്യസ് എന്ന് വെച്ചാൽ പാർഷ്യലി കോൺഷ്യസ് എന്നുള്ളതാണ്. നമ്മുടെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിക്കുന്നത് പോലും ഇറ്റ്സ് സബ് കോൺഷ്യസ്ലി മാനേജ്ഡ്. മസിൽ മെമ്മറി എന്ന് പറയും, വിച്ച് മീൻസ് ദാറ്റ് സർട്ടൻ മെമ്മറി സ്റ്റോർഡ് ആൻഡ് ദർ ഈസ് എ പാർട്ട് ഓഫ് മൈ മൈൻഡ് വിച്ച് ഈസ് കൺട്രോളിങ് ഇറ്റ് ഓൾസോ. കാര്യം വണ്ടി ഓടിക്കുന്ന ഒരാൾ എല്ലാ പ്രോസസ്സിലും ഫുൾ ടൈം കോൺഷ്യസ് ആയിട്ട് ഇരിക്കാൻ സാധിക്കത്തില്ല. സോ സബ് കോൺഷ്യസ് മൈൻഡ് ഈസ് കൺട്രോളിങ് സോ മെനി ആക്ഷൻസ് ഇൻ യുവർ ഡെയിലി ലൈഫ്. അത് കൂടാതെ നമ്മൾ പോലും ചിന്തിക്കാത്ത ലെവലിൽ എന്ന് വെച്ചാൽ നമ്മുടെ തോട്ടുകളെയും നമ്മുടെ ആക്ഷൻസിനെയും ഒക്കെയും സബ് കോൺഷ്യസ് മൈൻഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. നമ്മൾ തിങ്കിങ് ഫ്രീ വില്ലാണ്, എല്ലാം ഐ ക്യാൻ കംപ്ലീറ്റ്ലി മേക്ക് മൈ ഓൺ ചോയ്സസ് എന്ന് പറയും. ബട്ട് ദർ ഇസ് നത്തിങ് കോൾഡ് ഫ്രീ വിൽ എന്ന് പറഞ്ഞൊരു തിയറി ഉണ്ട്. യുവർ മൈൻഡ് ആക്ച്വലി കൺട്രോൾസ് വാട്ട് യു തിങ്ക് എന്നുള്ളത്. കാര്യം ഒരു ഫ്രീ വിൽ എന്ന് പറയുമ്പോൾ ഞാൻ എടുക്കുന്ന ലെറ്റ്സ് ഐ ടുക്ക് എ പെർട്ടിക്കുലർ ഡിസിഷൻ ഓൺ സംതിങ്, എൻ്റെ ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്ന പല ഫാക്ടേഴ്സ് അവിടെ ഉണ്ടാവും. അന്നേരത്തെ എൻ്റെ മൂഡ്, ചിലപ്പോൾ ഇവൻ അന്ന് രാവിലെ ഞാൻ കഴിച്ച ഭക്ഷണം, യുനോ ആ സമയത്ത് എൻ്റെ മൈ കംഫർട്ട് ഓഫ് മൈ ബോഡി, എനിക്ക് അടുത്ത കാര്യം ചെയ്യാനുണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ചുള്ള ടെൻഷൻ, ഈ ചുറ്റുള്ള പല ഫാക്ടേഴ്സും എൻ്റെ ഡിസിഷൻ മേക്കിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് ആക്ച്വലി സ്പീക്കിംഗ്, വിച്ച് ആർ ഓൾ കൺട്രോൾ ബൈ ദ സബ് കോൺഷ്യസ് മൈൻഡ്. പ്ലസ് ഞാൻ കയറുന്ന റിലേഷൻഷിപ്സ്, നമ്മൾ നേരത്തെ ഒരിക്കൽ സംസാരിക്കുകയുണ്ടായി ദാറ്റ് ഞാനൊരു വ്യക്തിയെ കണ്ടു, പെട്ടെന്ന് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് പോലെ ഞാൻ ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുകയാണ്, വിച്ച് മീൻസ് ദാറ്റ് ആ വ്യക്തിയിലുള്ള എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടു. വീണ്ടും നമ്മൾ പറയാം വ്യക്തിയിലുള്ള എന്തോ എന്നാണ് പറയുന്നത്, അതെന്താണ് നമുക്കറിയില്ല അല്ലേ. ഞാൻ എന്തുകൊണ്ടാണ് അവനെ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അറിയില്ല. ദർ വാസ് സംതിങ് ദാറ്റ് അട്രാക്റ്റഡ് മീ എന്ന് പറയും. വാട്ട് ഈസ് ദറ്റ് സംതിങ്? ഐ ഡോണ്ട് നോ. തെറാപ്പിയിലും ചോദിക്കും വാട്ട് ഈസ് ദറ്റ് സംതിങ്? ഐ ഡോണ്ട് നോ. ക്യാൻ യു ടെൽ മീ ദ ആൻസർ? ഇങ്ങോട്ട് ചോദിക്കും. ഓക്കെ, കാര്യം ഈ സംതിങ് എന്ന് പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ്. സോ നമ്മുടെ ഹാബിറ്റുകൾ കംപ്ലീറ്റ്ലി കൺട്രോൾ വിത്ത് സബ് കോൺഷ്യസ് മൈൻഡ്. നമ്മുടെ ലൈഫിലെ പല പാറ്റേൺസ്, ഇപ്പം റിലേഷൻഷിപ്പ് ആണെങ്കിലും ബീങ് ഓൺ ടൈം ഫോർ സംതിങ്, ദ വേ ഐ ലുക്ക് അറ്റ് പീപ്പിൾ, ദ വേ ഐ ലുക്ക് അറ്റ് മൈസെൽഫ്, ഇതെല്ലാം കൺട്രോൾഡ് ബൈ സബ് കോൺഷ്യസ് മൈൻഡാണ്. സോ നമ്മുടെ ലൈഫിൽ നല്ലൊരു ഗ്രിപ്പ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനുണ്ട്. താങ്ക് യു സർ. സത്യത്തിൽ സൈക്കോളജി എന്ന് പറയുന്നത് നമ്മളെ ചെറിയ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്ന പോലെയല്ല, ഇറ്റ്സ് ലൈക്ക് എ സീ. ഒരുപാട് ടോപ്പിക്കുകളുണ്ട് അതിൽ സംസാരിക്കാൻ. അതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്തത്. എന്തായാലും സാറിൻ്റെ ടൈമും ഇൻഫർമേഷനും താങ്ക് യു. താങ്ക് യു സോ മച്ച്.